ബോസ് ആണല്ലോ നമ്മുടെ ജീവൻ തന്നെ മാറ്റി മറിച്ചത്. മജീഷ്യൻ, എനിക്ക് ആഗ്രഹം മജീഷ്യനായിട്ട് ജീവിക്കാനും മജീഷ്യനായിട്ട് മരിക്കാനും തന്നെയാണ്. ആക്ച്വലി കോവിഡ് സമയത്താണ് എൻ്റെ ലൈഫ് മാറ്റിമറിച്ച കോവിഡ് സമയമാണ്. എല്ലാവർക്കും അതൊരു ബാഡ് സമയം, എനിക്ക് ഏറ്റവും നല്ല സമയമാണ്. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ 2 വേൾഡ് റെക്കോർഡ് ഇടുന്നത് കോവിഡ് സമയത്താണ്. പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കാലത്ത് ഒരു മജീഷ്യൻ വെച്ചാൽ വളരെ ഈസിയാണ്. 1000 രൂപയ്ക്ക് ഒരു ദിവസം നിങ്ങൾക്ക് മെൻ്റലിസ്റ്റ് ആകാം എന്നും പറഞ്ഞൊരു സംഭവം ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പം ട്രെൻഡിങ് കുറച്ച് ആളുണ്ട്. ഞാൻ അതിനോട് വിയോജിപ്പുള്ള ഒരാളാണ്. കുട്ടികളാണോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്? കുട്ടികളും സന്തോഷമാണ്. ഈ ഉത്സവപ്പറമ്പുകളല്ലേ, ഭയങ്കര രസമാണ് പെർഫോം ചെയ്യാൻ. ഇപ്പം എന്തേ ഇങ്ങനെ ഒരു മൂവ്മെന്റ് കാണിച്ചില്ല, ഒരു ബോഡി ലാംഗ്വേജ്. എനിക്ക് തോന്നുന്നു മാജിക്കിൽ ഈ ഒരു റിതം അല്ലെങ്കിൽ ഒരു താളം അല്ലെ, ഒരു ടൈമിങ്ങിനനുസരിച്ചിട്ടുള്ളതുണ്ടെന്ന്. അതൊന്ന് പറഞ്ഞുതരോ, അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ? ലാലട്ടൻ പറയുന്നതൊന്നും ചോദിക്കില്ല, അറിയില്ല. ദൈവം തരുന്നത് 2 കൈ. വായിച്ചു നോക്കിയത് അബദ്ധമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് അത് തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഒരാളുടെ മനസ്സെല്ലാം വായിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഒരു മണ്ടത്തരമാണ്. അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ലാലേട്ടനെ കണ്ട എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ടതേ ഉള്ളൂ. ഓക്കെ, അത് രണ്ടും 2 എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആക്ച്വലി ബിഗ് ബോസിലേക്ക് ഇനി കോള് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആൻസർ ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അതെ, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾക്ക് കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ വളരെ ശക്തനായ മത്സരാർത്ഥി ഒന്നും അല്ലായിരുന്നു. ഒന്നാമത്തെ ഞാൻ ലാലേട്ടൻ ഭയങ്കര കട്ട ലാലേട്ടൻ ഫാനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബാക്കി ഏതൊരു ആർട്ട് ഫോമിനെക്കാട്ടിയും മാജിക് പഠിച്ചിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി പറയുന്നില്ല, അതിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് യു ആർ ലക്കി. രണ്ടാമത്തെ കാര്യം, മാജിക് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു കല മാത്രമല്ല, നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ഉണ്ട്. ഹായ്, സോ വെൽക്കം ബാക്ക് ടു വൈസ് ടോക്സ്. അപ്പോൾ വൈസ് ടോക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു മജീഷ്യനാണ് ആൻഡ് എ മെൻ്റലിസ്റ്റ്. പിന്നെ പ്രത്യേകം എടുത്ത് പറയാനായിട്ട് ഇന്ത്യ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് വിന്നറും കൂടിയായ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. നിങ്ങളെല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവും. ബിഗ് ബോസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിൽ സീസൺ 4 ഒരു കോണ്ടസ്റ്റൻറ്റ് കൂടിയായിരുന്നു അദ്ദേഹം. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ അശ്വിൻ വിജയ് ടു അനദർ എപ്പിസോഡ് ഓഫ് വൈസ് ടോക്സ്. സർ, വെൽക്കം ടു അവർ ഷോ വൈസ് ടോക്സ്. എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് എത്തി നിൽക്കുകയാണ് ലൈഫിൽ. 5000 ഷോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പ കടന്നിരിക്കുകയാണല്ലേ. അടിപൊളി. ഓക്കെ, സോ എന്ത് ഫീൽ ചെയ്യുന്നു? എങ്ങനെയുണ്ട് ഈ ഒരു ട്രാജക്ടറി? ലൈക്ക് ബിഗ് ബോസിൽ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മജീഷ്യൻ എന്നുള്ളൊരു പേരിൽ നമുക്കറിയാം, മജീഷ്യനാണ്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ ട്രിക്സ് ഒക്കെ നമ്മളെ കാണിച്ചു തരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കുറേ കൂടെ വലിയ രീതിയിൽ ലൈഫിൽ നല്ലൊരു ഹൈറ്റിലെത്തി, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കരിയറിൽ നമുക്ക് എല്ലാവർക്കും ഒരു മോഡലായിട്ട് പറയാൻ, മജീഷ്യന്മാർ എന്നുള്ള ഒരു കണക്കിൽ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് എത്തിയിട്ടുണ്ട്. സോ ഹൗ ഡു യു ഫീൽ നൗ? ഭയങ്കര സന്തോഷം, കാരണം ബിഗ് ബോസ് ആണല്ലോ നമ്മുടെ ജീവൻ തന്നെ മാറ്റി മറിച്ചത്. മജീഷ്യൻ, എനിക്ക് ആഗ്രഹം മജീഷ്യനായിട്ട് ജീവിക്കാനും മജീഷ്യനായിട്ട് മരിക്കാനും തന്നെയാണ്. അപ്പോൾ ആ സമയത്താണ് ബിഗ് ബോസിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ സാധാരണ സ്റ്റേജ് ഷോസ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് കണ്ടപ്പം കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത്, നമ്മൾ പോസിറ്റീവ് എന്നുള്ളത് ഇപ്പോൾ ലൈഫ് പോയിക്കൊണ്ട് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് രീതിയിലായിരുന്നു. പക്ഷെ പിന്നെ അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞപ്പം കുറേ നെഗറ്റീവ് കേൾക്കാൻ തുടങ്ങി. പിന്നെ സൈബർ ബുള്ളിങ് നേരിടാൻ തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ എന്താണ് ട്രെൻഡിങ്ങിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബിഗ് ബോസിന് ശേഷം. പിന്നെ ഒരുപാട് ജനങ്ങൾ എവിടെ പോയാലും ഈ നെഗറ്റിവിറ്റിയും ഒരു തരത്തിൽ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടത്തേ ഉള്ളൂ. അത്രത്തോളം റീച്ചും അല്ലെ ഓഡിയൻസിലേക്ക് നമ്മുടെ പേര് എത്തുകയും കൂടെ ചെയ്യുന്നുണ്ട്. ആൻഡ് വൺ ഡേ ഈ നെഗറ്റീവ് എല്ലാം അവർക്കത് തെറ്റിദ്ധാരണകളാണെന്നോ അല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ലാന്നോ അവരത് അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ എന്തായാലും കൊണ്ടുവരും, നമ്മൾ ചെയ്യുന്ന ഡീഡ്സ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസിലൂടെ. അതെ, കാരണം നമുക്ക് അതിന് പോകുന്നതിന് മുമ്പ് വരെ നമുക്ക് അത്രയും ഈ സൈബർ അറ്റാക്ക് എന്താണെന്ന് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് ഇത്രയും അറ്റാക്കുകൾ വരാൻ തുടങ്ങിയത്, ഒരുപാട് നെഗറ്റീവ്സ് വരാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ബോൾഡായി എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പേഴ്സണാലിറ്റിനെയും കൂടി ഒന്ന് ഓൾട്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ അല്ലേ. ആൻഡ് ഇപ്പോൾ 5000 എബവ് ഷോസ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് മാജിക് എന്ന് പറയുന്ന ഒരു കരിയർ ഒരുപാട് കുട്ടികളിലേക്ക് നമുക്കിപ്പം ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ എത്തി നിൽക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു കരിയർ ചൂസ് ചെയ്തത്? ഇറ്റ്സ് എ ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരുന്നു, ബട്ട് സ്റ്റിൽ എങ്ങനെ എത്തി ഈ ഒരു കരിയറിൽ? അതെ, കാരണം കുട്ടിക്കാലത്ത് കണ്ടൊരു മാജിക് ഷോ ആണ് എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്തത്. ഐ തിങ്ക് ഞാൻ ഒരു ഡാൻസറായിരുന്നു കുട്ടിക്കാലത്ത്, ഒരു ക്ലാസിക്കൽ ഡാൻസറായിരുന്നു. അപ്പോൾ എല്ലാ ലൈഫ് സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു ഉത്സവപ്പറമ്പിൽ ഒരു മാജിക് ഷോ കാണാൻ വേണ്ടി പോയി. ഐ തിങ്ക് അതിൻ്റെ പേര് മനു പൂജപ്പുരം എന്നാണെന്ന് തോന്നുന്നതിൻ്റെ പേര് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോ കണ്ട സമയത്ത് അദ്ദേഹം ഒരുപാട് മാജിക് പെർഫോം ചെയ്തു.
അപ്പോൾ അതിൽ അദ്ദേഹം ഒരു ചെയ്ത മാജിക്കിനെ വല്ലാണ്ട് അട്രാക്ട് വേറെ ഒന്നുമല്ല. അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് തുറന്ന് കാണിച്ചു, എം ടി ആണെന്ന് കാണിച്ച ശേഷം അതിനുള്ളിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചു. സിമ്പിൾ മാജിക്, പക്ഷേ അത് വാനിഷ് ആയിപ്പോയി. അതായിരുന്നു മാജിക്. അദ്ദേഹം ഒരുപാട് മാജിക് ചെയ്തു, പക്ഷേ ഇത് മാത്രം എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്തു. കാരണം ബാക്കിയെല്ലാം നമുക്ക് എക്യുപ്മെൻറ്റ്സ് ആണെന്ന് പറയാൻ പറ്റും, പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ കിട്ടുന്ന 2 വസ്തുക്കളാണ്. അപ്പോൾ ഞാനും അമ്മൂമ്മയും മാത്രമുള്ള വീട്ടിലുള്ള, അപ്പോൾ ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് തൊട്ടടുത്ത ദിവസം ഇത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് അമ്മൂമ്മയുടെ മുന്നേ ഒരു ന്യൂസ് പേപ്പർ തുറന്ന് കാണിച്ചു. പാലന്ന് വാങ്ങാനുള്ള പൈസ ഇല്ലാത്തൊരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു, പക്ഷേ അതെല്ലാം താഴേക്ക് പോയി. അപ്പോൾ അമ്മ പറയും, മോനെ ഇതൊക്കെ കുട്ടിച്ചാത്തനാണെന്നും അമാനുഷ്യമായ ശക്തിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ആഗ്രഹിച്ചു, കുട്ടിച്ചാത്തനാണെങ്കിൽ കുട്ടിച്ചാത്തനെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം മാറുമല്ലോ, എനിക്കൊരുപാട് ഡ്രസ്സ് കിട്ടും, ഒരുപാട് പൈസ കിട്ടും, അപ്പോൾ പഠിക്കാനുള്ള കഴിവ് കിട്ടും, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെയാണ് കുട്ടിച്ചാത്തനെ കണ്ടെത്താനാണ് സത്യം പറഞ്ഞാൽ ആദ്യം നടന്നത്. പിന്നെ മനസ്സിലാക്കി കുട്ടിച്ചാത്തനൊന്നുമല്ല, എല്ലാം ട്രിക്സ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ട്രിക്സ് പഠിക്കാൻ തുടങ്ങിയപ്പം ഇൻട്രസ്റ്റിങ്. കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ എനിക്ക് മാജിക് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം നമ്മളിപ്പോൾ ഒരാളുടെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ അവർ വാവ്, ആ വൗ ഫാക്ടർ ഇട്ടില്ലേ, അപ്പോഴാണ് ഒരു പ്രത്യേക ലഹരിയാണ് എൻ്റെ. അതാണ് യെസ് അതാണ് എനിക്ക് ഈ ഒരു മാജിക് വീണ്ടും വീണ്ടും പഠിച്ചു മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹം തുടങ്ങിയത്. ആരാണ് ഗുരു സാറിൻ്റെ? എൻ്റെ ഫസ്റ്റ് എന്നെ സാറെന്ന് വിളിക്കുന്നത് അശ്വിൻ. ഓക്കെ, സോ എൻ്റെ ഗുരുവിൻ്റെ മാജിക് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് മജീഷ്യൻ BC സേനൻ എന്ന് പറഞ്ഞ ഒരു ഗുരുനാഥനാണ്. പിന്നെ അതിനുശേഷമാണ് ഞാൻ മാജിക് അക്കാഡമിയിൽ മുതുകാട് സാറിൻ്റെ അടുത്തും പോകുന്നത്. അതിനുശേഷം അദ്ദേഹമാണ് ഗുരുക്കന്മാർ. പിന്നെ ഒരുപാട് ഗുരുക്കന്മാർ. പിന്നെ ഏറ്റവും വലിയ ഗുരു എന്ന് വെച്ചാൽ യൂട്യൂബാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു. സേയിങ് അബൌട്ട് യൂട്യൂബ്, ഇപ്പം ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് മാജിക്കിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സും പെർഫോമൻസും കാര്യങ്ങളും ഒന്നും എനിക്ക് തോന്നുന്നു റിയലായിട്ട് ഒരു ഓഫ്ലൈനായിട്ട് ഒരു സെഷൻ വെക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം അശ്വിൻ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് യൂട്യൂബിലോട്ടൊക്കെ ഒന്ന് ഓഡിയൻസിനെ എത്തിക്കാനായിട്ട്, ഓൺലൈൻ ഷോസോ അങ്ങനെ എന്തെങ്കിലും? ആക്ച്വലി കോവിഡ് സമയത്താണ് എൻ്റെ ലൈഫ് മാറ്റിമറിച്ച. കോവിഡ് സമയമാണ് എല്ലാവർക്കും അതൊരു ബാഡ് സമയം, എനിക്ക് ഏറ്റവും നല്ല സമയമാണ്. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ 2 വേൾഡ് റെക്കോർഡ് ഇടുന്നത് കോവിഡ് സമയത്താണ്. ഓക്കെ, കാരണം ഞാൻ മാജിക് പ്ലാന്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 7 വർഷം. ആ സമയത്ത് മുതുകാട് സാറുമായിട്ടുണ്ടല്ലോ വയ്ക്കുന്നത്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ അവിടെ മാജിക് കാണുന്നു, ഓരോ ദിവസം മാജിക്, എപ്പോഴും മാജിക് ആണല്ലോ. അപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. മുതുകാട് സാർ എപ്പോഴും പറയും, മോനെ മരിക്കുന്നതിന് മുൻപ് നമ്മുടെ പേര് എവിടെയെങ്കിലും എഴുതിയിടണമെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, യെസ്, അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയ സമയം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെച്ചു ഒരാഗ്രഹം, എൻ്റെ ഫസ്റ്റ് ആഗ്രഹം ഇതായിരുന്നു, ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് സെലക്ഷൻ ആവുക. 2022 അപ്പോൾ അതൊരു ജസ്റ്റ് ആഗ്രഹം മാത്രമായിരുന്നു. അപ്പോൾ അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നും. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് ഏത് ടൈപ്പ് മാജിക് ചെയ്യാം. അപ്പോൾ എനിക്ക് ആഗ്രഹം എപ്പോഴും ഒരു യുണീക്കായിട്ടൊരു സാധനം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ എന്നുള്ള ടൈറ്റിൽ റെക്കോർഡ്. അത്രേ ഉള്ളൂ. ആരോടും ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇതത്ര എളുപ്പമുള്ള കാര്യമുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോൾ 1 മിനിറ്റിൽ ഏറ്റവും അധികം മാജിക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടും. ഓക്കെ, അന്ന് ഐ തിങ്ക് രാജസ്ഥാനിലെ ഏതൊരു മജീഷ്യൻ 13 മാജിക് 1 മിനിറ്റിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ 14 മാജിക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേര് ലെവൽ റെക്കോർഡാണ്. പക്ഷേ ഈ 14 മാജിക് എന്ന് വെച്ചാൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. 60 സെക്കൻഡാണുള്ളത്. അതിൽ ഓരോ മാജിക്കും പെർഫെക്റ്റ് ആയിരിക്കണം. പല കാര്യങ്ങളുണ്ട്. അപ്പോൾ മുതുകാട് സാറ് കോവിഡ് ആയതുകൊണ്ട് ഫ്രീ ആണ് അദ്ദേഹം. അപ്പോൾ ഞാൻ സാറിനോട് ഒരു ആഗ്രഹം പറഞ്ഞു. സാർ പറഞ്ഞു, മോനെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറും കൂടെ എൻ്റെ കൂടെ ഇരുന്ന് കണ്ടിന്യൂസ് 4 മാസം പ്രാക്ടീസ് ചെയ്തു. രാവും പകലില്ലാതെ 4 മാസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് 2022 ജൂലൈ 21 1 മിനിറ്റിൽ 18 മാജിക് ചെയ്താണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് സെലക്ഷൻ. 4 മാസത്തെ ഹാർഡ് വർക്ക് അല്ലേ? 18 മാജിക് എന്തൊക്കെ ടൈപ്പ് ആയിരുന്നു? പക്ഷേ ഇപ്പോൾ നമ്മുടെ അനിയനാണ് ഇപ്പോൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ 22 മാജിക്കുകളും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ അല്ല ഒന്നുകൂടെ ആ ചോദ്യം എന്താ ചോദിച്ചത്? എന്തൊക്കെയായിരിക്കും ഈ 18 മിനിറ്റിൽ നമ്മളെ കൊണ്ട് എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക? അതെ, അതായത് എല്ലാം സിമ്പിൾ മാജിക്കുകളായിരുന്നു 18 മാജിക്കുകളും. പക്ഷേ സിമ്പിൾ ആണെങ്കിൽ പോലും ചെയ്യുന്ന പെർഫെക്ഷൻ കുറയാൻ പാടില്ല. ഓക്കെ, അവർക്ക് മനസ്സിലാവണം. പിന്നെ ഈ 18 ആക്റ്റുകളും വ്യത്യസ്തമുള്ള സാധനങ്ങളായിരിക്കണം. അപ്പോൾ ആദ്യം ചെയ്തു, അത് ശരിയാവില്ല, അല്ലെങ്കിൽ അവർക്ക് റിജക്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും ഇപ്പോൾ കണ്ടിന്യൂസ്, കാരണം എനിക്കതിൻ്റെ ഒരു അഡിക്ഷൻ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എത്തുന്നവരെ എനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. അതിനുവേണ്ടി ഞാൻ രാപ്പകല്ല അതിന് ഉറക്കവും ഞാൻ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി എനിക്കത് ഭയങ്കരമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അത് കിട്ടിയ ആ റെക്കോർഡ് അച്ചീവ് ആയപ്പോൾ എൻ്റെ പൊന്നെ ആ ഒരു നിമിഷം എന്ന് വെച്ചാൽ മൈക്രോ മാജിക് ആയിരുന്നു അതോ? അല്ലല്ല, ഇറ്റ്സ് കോൺജൂറിംഗ് മാജിക്. സിൽക്ക് ടു അംബ്രല്ല, അങ്ങനെ കുറേ ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ. ഒരു സ്റ്റോറി ലൈൻ പോലെ, ഒരു ഇമോഷണൽ ഫീല് പോലെ ഒക്കെ തോന്നുന്ന ടൈപ്പിലുള്ള ഒരു മ്യൂസിക് ഒക്കെ ആയിട്ടുള്ള ഇതല്ലേ? ഓൾറൈറ്റ്, ഓക്കെ. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു റെക്കോർഡ് വിന്നറൊക്കെ ആയി അല്ലേ?
ആൻഡ് ഈ ഒരു 5000+ ഷോസ് ഒക്കെ ചെയ്യുന്നു. എന്താണ് ഇനിയുള്ള ഗോൾ? നമ്മുടെ ഒരു ഗോൾ സെറ്റ് ചെയ്തു, റെക്കോർഡ് വിന്നിങ് കിട്ടി, അടുത്തത്? ഒരുപാട് ഗോൾസ് ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ ആക്ച്വലി. ഫസ്റ്റ് തിങ് എനിക്കിങ്ങനെ ഷോസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് അത്യാവശ്യം ദൈവം ഫെയിം എത്തിക്കഴിഞ്ഞു. ഇനിയും ഫെയിം നമുക്ക് നിലനിർത്തണമെങ്കിൽ ഒരുപാട് ഇനിയും കഷ്ടപ്പെടണം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഒരു ആങ്കർ ആവുക, ഒരു അവതാരകനാവുക, നിങ്ങളെപ്പോലെ ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ചോദ്യങ്ങൾ അവരെ കുഴപ്പിക്കുന്ന രീതിയിൽ ചോദിക്കുക, അവരെ ഉടായ്പകളൊക്കെ കുറച്ച് മെന്റലിസ്റ്റായിട്ട് അവരുടെ മനസ്സിൽ നിന്ന് ഉടായ്പകൾ അറിയുക, എസ്പെഷ്യലി ഫോർ സെലിബ്രിറ്റീസ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ അതുകൊണ്ട് എനിക്കൊരു അവതാരകനാവാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും അതിനു വേണ്ടിയുള്ള കുറച്ച് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉടനെ ഒരു സ്വന്തമായിട്ടൊരു റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അതായത് സംതിങ് ഡിഫറൻ്റ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ ടി വിയിലാണല്ലോ റിയാലിറ്റി ഷോസ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ റിയാലിറ്റി ഷോസ് ഇനി യൂട്യൂബായിരിക്കും നമ്മുടെ ഇപ്പോൾ നമുക്ക് ടി വി ഷോസ് ചാനൽസ് ഉണ്ടെങ്കിൽ പോലും ഇനി നമുക്കൊരു 5 years കഴിയുമ്പോൾ യൂട്യൂബ്, ഇപ്പോൾ എല്ലാ വീഡിയോയിലും യൂട്യൂബ് ഉണ്ട്. ഒരു ചാനൽ ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എൻ്റെ അശ്വിൻ വിജയ് പ്രൊഡക്ഷൻസ്, എൻ്റെ പ്രൊഡക്ഷൻസിൽ ഒരു ചാനൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടീമുണ്ട്. അപ്പോൾ ഞാനും വേറൊരാളും കൂടെ ആങ്കർ ചെയ്തിട്ട് ഒരു സ്കൂളുകൾ, അതിനെ ബാക്കി പറയുന്നില്ല കാരണം അതെല്ലാം ലോഞ്ച് ചെയ്തിട്ട് പറയാം. പക്ഷെ അത്യാവശ്യം നല്ലൊരു ഷോ ആയിരിക്കും, സംതിങ് ഡിഫറെന്റ് ആയിട്ടൊരു സാധനം. ബിഗ്ഗസ്റ്റ് ആക്കണം, അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ബിഗ്ഗസ്റ്റ് ആകും. എന്തായാലും നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് സക്സസ്ഫുൾ ആയി തന്നെ വരട്ടെ. ആൻഡ് ഐ വിൽ ഗെറ്റ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ഫോർ ഷ്യൂർ. ഞാനും എന്തായാലും നോക്കും. അപ്പോൾ ഇതുപോലെ ഈ ഒരു മാജിക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ നമ്മളിപ്പം സ്കൂൾസിൽ പോകുന്നു അല്ലേ, ആ ഒരു റിയാലിറ്റി ഷോയിലൂടെ ഭാവിയിലേക്ക് എല്ലാവരിലും എത്തിക്കാൻ ട്രൈ ചെയ്യുന്നു അല്ലേ, മാജിക് റിലേറ്റഡ് ആയിട്ടുള്ള റിയാലിറ്റി ഷോ അല്ലേ. നമ്മുടെ ക്ലീശയായിട്ട് നമ്മുടെ ഈ നോർമൽ സൊസൈറ്റിയിൽ കാണുന്ന ഒരു രീതിയുണ്ട്, കുട്ടികളെ എന്തായി തീർക്കണം അവരുടെ കരിയർ എന്ന് ഒരു അച്ഛനും അമ്മയും ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അവർ പറയുമല്ലോ എഞ്ചിനീയറോ ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്സ് സ്ട്രീമോ ഒക്കെ ആയിരിക്കും. ആരും ഒരു മജീഷ്യൻ ആകാൻ നീ കരിയർ ചൂസ് ചെയ്യൂ, അല്ലെങ്കിൽ നീ അതിന് ഈ കോളേജിൽ പോകൂ, അല്ലെങ്കിൽ ഈ അക്കാഡമിയിൽ പോയി ചേരൂ എന്നിങ്ങനെ പറയുന്നില്ല അല്ലേ. അപ്പം ആ ഒരു കരിയർ സ്വിച്ച് വരേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല. ലൈക്ക് ഇഫ് കുട്ടികൾക്ക് അതിനുള്ള പാഷൻ ഉണ്ടെങ്കിൽ, പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കാലത്ത് ഒരു മജീഷ്യൻ വെച്ചാൽ വളരെ ഈസിയാണ്, കാരണം അത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട്. ഞാനൊക്കെ ആക്ച്വലി പഠിച്ചു വരുന്ന സമയത്ത് ഒരു മാജിക് പഠിക്കാന്ന് യൂട്യൂബില്ല. യൂട്യൂബ് എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഇത്രത്തോളം അവൈലബിലിറ്റി ഇല്ല. പിന്നെ ബാലരമയിലെ ഏതെങ്കിലുമൊക്കെ സീക്രട്സ് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വേണം നോക്കാനായിട്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ ബുക്കുകൾ വായിക്കണം. പക്ഷേ ഇന്ന് ഏതൊരു മാജിക്കിൽ തന്നെ സീക്രട്ട് കിട്ടും, വളരെ ഈസിയാണ്. പക്ഷേ എന്താണ്, ഇപ്പോൾ മാജിക് മാത്രമല്ല, ഏതൊരു കലയാണോ അതിനോടൊരു പാഷൻ വേണം, നമുക്ക് അതിനോട് ഇഷ്ടപ്പെടണം. ഇപ്പം കണ്ടുവരുന്ന ഏറ്റവും വലിയ ട്രെൻഡിങ് ആണ് കേരളത്തിൽ, മാജിക്കും മെൻ്റലിസം ഒക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ്. ഈ 899 രൂപയ്ക്ക് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാജിക് പഠിക്കാം, 1000 രൂപയ്ക്ക് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മെൻ്റലിസ്റ്റ് ആകാം എന്നും പറഞ്ഞൊരു സംഭവം ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പം ട്രെൻഡിങ് കുറച്ച് ആളുണ്ട്. ഞാൻ അതിനോട് വിയോജിപ്പുള്ള ഒരാളാണ്. ഇതൊരു സീക്രട്ട് ആക്റ്റാണ്, എല്ലാവർക്കും അറിയാം ഇതൊരു അമാനുഷ്യമായ ശക്തിയല്ല, ഇറ്റ്സ് എ സീക്രട്ട്. അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ ജീവൻ എന്ന് വെച്ചാൽ ഒരു മാജിക്കിൻ്റെ ആയാലും മെൻ്റലിസത്തിൻ്റെ ആയാലും അതിൻ്റെ ജീവൻ അതിൻ്റെ സീക്രട്ടാണ്. സോ അത് നമ്മൾ അത്രയും അർഹതപ്പെട്ടവൻ്റെ കൈ കൊടുക്കുക എന്നുള്ളതാണല്ലോ, മനസ്സിലായില്ലേ. ഇപ്പോൾ പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല, പക്ഷേ ഇത് വെറുതെ ഈ 800 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഒരുപാട് പേര് സീക്രട്സ് പഠിച്ചിട്ട് നിന്നോട് എൻ്റെ മുന്നിൽ നിന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു, കാരണം വെറുതെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ പോലും അവർ ക്ലാസ് അടിച്ച് തുടങ്ങുകയാണ്. ഇതിന് കറക്റ്റായിട്ട് നല്ലൊരു അക്കാഡമി ഇല്ല എന്നുള്ളതാണ്. മാജിക് അക്കാഡമി ഉണ്ടായിരുന്നു, അത് നല്ലൊരു സ്റ്റാൻഡേർഡിൽ പോയിട്ടുണ്ട്, പക്ഷേ അതിപ്പം അവിടെ മാജിക് പഠിപ്പിക്കുന്നില്ല. ഇപ്പം അതുപോലെ ഒരുപാട് ഈ പഠിച്ചു വരുന്ന ബിഗിനേഴ്സാണ് പഠിപ്പിക്കാനായിട്ടിരിക്കുന്നത്. സോ ഞാൻ സിലബസോ അല്ലെങ്കിൽ ഒരു അക്കാഡമിയോ ഒന്നും ഇല്ല അല്ലേ കുട്ടികൾക്ക്. അതെ, അതാണ് കാരണം. മാജിക് അക്കാഡമി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടെന്ന് പറയും, പക്ഷെ ഇപ്പം അതില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിപ്പിക്കുന്ന ആൾക്ക് മനസ്സിലായില്ലേ, അവർ ജസ്റ്റ് എന്തെങ്കിലും 2-3 ട്രിക്ക് പഠിപ്പിച്ചിട്ട് ഇതാണ് മെൻ്റലിസം. അപ്പം ഈ പഠിക്കുന്ന ആൾക്കാർ വിചാരിക്കാം ഇതാണ് മെൻ്റലിസം അല്ലെങ്കിൽ ഇതാണ് മാജിക്, പ്രോപ്പർ നോളജ് ഇല്ലാതെ. അതെ അതെ. അപ്പോൾ അതിനോട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു, കാരണം നമുക്ക് എത്രത്തോളം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. പിന്നെ നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ പോലും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിഷമം തോന്നും. അതെ, കാരണം നമുക്ക് ആ കല നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, മനസ്സിലായല്ലേ. നമ്മൾ അത്രയും ഈ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലുള്ള സ്കാംസ് എല്ലാം ഇഷ്ടംപോലെ ഇതുപോലെ ഉണ്ട്. കുട്ടികളെ ചിലപ്പോൾ പറ്റിക്കുന്നതുമായിരിക്കും 1-2 ഐറ്റം എന്തെങ്കിലും ബേസിക് പറഞ്ഞു കൊടുത്തു. പക്ഷേ അതിൻ്റെ വേറൊരു വശം എന്ന് വെച്ചാൽ ഈ ഓൺലൈനായിട്ട് മിക്ക ആൾക്കാരും ഈ ഫ്രീ ആയിട്ടുള്ള വ്ളോഗ്സിലൂടെയോ അല്ലെങ്കിൽ വീഡിയോസിലൂടെയോ റിവീലിംഗ് ചെയ്യാറുണ്ട് മിക്ക മാജിക്കിൻ്റെയും സീക്രട്ട് എന്താണ് എന്നിപ്പം നമ്മളിപ്പോൾ വന്ന് കണ്ടാൽ ആ കണ്ട ഷോയിൽ ഇതെങ്ങനെ നടന്നു എന്ന് ഞാൻ ജസ്റ്റ് ചിലപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കും, ക്യൂരിയോസിറ്റി കാരണം. അപ്പോൾ അത് നമ്മളെ ഷോസിനെ ബാധിക്കാറുണ്ടോ? ലൈക്ക് ആൾക്കാർ ഓൾറെഡി കണ്ടതാണ് അല്ലെങ്കിൽ വൈറലായ ഒരു കോണ്ടന്റ് പോയിട്ട് ഷോയിൽ വരുമ്പോൾ നമുക്കത് പണ്ടത്തേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആക്ച്വലി
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പല ആക്റ്റുകളും പഴയ സാധനം എടുത്ത് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അതായത് ക്ലാസിക് മാജിക്കലുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോഴും എടുത്ത് ചെയ്യാറുണ്ട്. അതിൻ്റെ പല സീക്രട്ടും പല ആൾക്കാർക്കും അറിയാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രസൻറ്റേഷൻ സ്റ്റൈലൊന്നും മാറ്റി കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ മാറും. ഇപ്പോൾ പ്രോപ്പർട്ടി അവരെ മനസ്സൊരു ഐഡിയ അതിൻ്റെ സീക്രറ്റ്സ് ഇങ്ങനെ ആയിരിക്കും എന്ന് അറിയാമായിരിക്കുമല്ലോ. ആ പ്രോപ്പർട്ടി നമ്മൾ വേറെ രീതിയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ മറക്കും, ഉറപ്പാണ്. അപ്പോൾ ആ ഒരു പ്രസന്റേഷൻ മാത്രം. അതെ, എനിക്കറിയാം ഞാൻ ചെയ്യുന്ന മാജിക്കുകൾ എനിക്കറിയാം. ഞാൻ ഈ 5000+ ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഷോസിൻ്റെ പ്രോപ്സ് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ ഐറ്റംസ് ഒന്നുമല്ല. കുറേ ക്ലാസിക് ഐറ്റംസും കുറച്ച് ട്രെൻഡിങ് ഐറ്റംസും കൂടെ മിക്സ് ചെയ്തിട്ട്, പക്ഷേ ഇതുവരെ ഇതിൻ്റെ പല സീക്രട്ടും പല ആൾക്കാർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമ്മുടെ പ്രസൻറ്റേഷൻ ദൈവം സഹിതം അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രസൻറ്റേഷനിലെ ഓഡിയൻസ് ഇരുന്നോളൂ. എപ്പോഴെങ്കിലും ഒരു ഓഡിയൻസ് മൊത്തം ഇതൊക്കെ നമുക്ക് പണ്ടേ അറിയാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ലൈക്ക് അവർക്ക് ഓൾറെഡി സീക്രട്ട് റിവീൽഡ് ആണ്, അവർക്കറിയാം, അവർക്ക് അറിയാമെന്നുള്ള രീതിയിലില്ല. പക്ഷേ ചില ആൾക്കാരുണ്ട്, അതായത് VVIPs ഒക്കെ മുന്നിൽ ഷോ ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഐ തിങ്ക് അവർ സെലിബ്രിറ്റീസ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ ചിലപ്പം പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം, അവരുടെ ഫാമിലീസ് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. കാരണം അവർ നമ്മളോട് സഹകരിക്കില്ല. സോ അവരൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ വേറെ രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. ഒരു പുച്ഛമാണ് അവർക്ക് നമ്മൾ എന്തോ അവർക്കറിയാം ഇത് ഉടായിപ്പാണെന്ന് അറിയാം. സോ എത്ര പറഞ്ഞാലും അവർ മനസ്സിലാക്കില്ല. അവർക്ക് ഇതിനെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ടോ കാണാൻ പറ്റിയിട്ടില്ല. കാരണം അവര് ഒരു പുച്ഛമാണ്, മനസ്സിലല്ലേ, കാണിക്ക്, ശരി, ഇതാണ് മെന്റലിസം, ഓക്കെ, ഇതാണ് മാജിക്. പക്ഷെ ഒരു മജീഷ്യൻ അത് കാണിക്കാനായിട്ട് എന്തുമാത്രം സ്കിൽസ് ആണ് അവരവിടെ ഡെലിവറി ചെയ്യുന്നത്, ഇമോഷണലി എന്തുമാത്രം കണക്ഷൻ ആണ് ചെയ്യേണ്ടത്, അതൊന്നും അവർക്ക് ആ ഒരു അവർ കണക്ട് ചെയ്യാനേ സമ്മതിക്കില്ല. അതെ, എനിക്ക് ആക്ച്വലി വെച്ചാൽ ഷോ ചെയ്യുമ്പോൾ എനിക്ക് വളരെ നിർബന്ധമാണ് എൻ്റെ ഷോയിൽ ആൾക്കാർ ഇരുന്ന് കാണണം, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ഷോ കാണണം. നമ്മളെന്തായാലും പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ പോയി കാണിക്കുക. എനിക്ക് ഞാൻ ഇവൻറ്റ്സ് എടുക്കാറില്ല. കാരണം ചില ഇവൻറ്റുകളിൽ നമ്മളിപ്പോൾ ഷോയ്ക്കിടയിൽ അവർക്ക് ചിലപ്പോൾ ഡ്രിങ്ക്സോ ഫുഡോ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയും എൻ്റെ ഷോയുടെ ഇടയിൽ പറ്റില്ല. ഞാൻ ഓൾറെഡി പറയും, എൻ്റെ ടൈമിൽ എൻ്റെ ഷോ ടൈമിൽ എൻ്റെ ഷോ നടക്കണം. ആ ടൈമിൽ ഫുഡ് എടുക്കാൻ പറ്റില്ല, ഡ്രിങ്ക്സ് എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഷോ സമയത്ത് ആൾക്കാർ കാണണം, അതെനിക്ക് നിർബന്ധമാണ്. ഓക്കെ, പോകുന്നവർക്ക് പോകും, വോട്ട് ഇറ്റ് ഈസ്. പക്ഷേ ആ സമയത്ത് വേറൊരു പരിപാടി ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് ചില ഇവൻറ്റ്സുകളിൽ അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങ് ബാക്ക് അടിച്ച് പോകാറ്. ഞാൻ ചില ഇവൻറ്റ്സ് എടുക്കാറില്ല. ഞാൻ പറയാം എനിക്ക് എൻ്റെ ഷോ ഇത്ര ടൈമിൽ എൻ്റെ ഷോ ആയിരിക്കും, ഈ ടൈമിൽ ഇതാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് സന്തോഷമാണ് നമ്മൾ ചെയ്യുന്ന ആക്ട്. എനിക്ക് എൻ്റെ ഫുൾ എനർജി എടുത്ത് പെർഫോം ചെയ്യണമെങ്കിൽ എൻ്റെ ഓഡിയൻസ് അവർ എത്ര ലോ വൈബ് ഇരുന്നാലും എനിക്ക് അറിയാം ഹൈപ്പിലെത്തിക്കാൻ എനിക്ക് പറ്റും, എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതിന് പക്ഷേ ഞാൻ പറയുന്ന ഈ ഒരൊറ്റ വൈബ് മതി, വേറെ ഒരു ശല്യങ്ങളും ഉണ്ടാക്കാതെ അവർ ഷോയിലേക്ക് മാത്രം എത്തിച്ചെന്നാൽ മതി. ഞാനിപ്പോൾ വായിച്ചിട്ടുണ്ട് മാജിക് ഈസ് ഓൾ അബൌട്ട് മിസ്ഡയറക്ഷൻ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അശ്വിൻ പറഞ്ഞതുപോലെ ഒരു മെന്റൽ കൺട്രോൾ കൂടിയാണ് ഓഡിയൻസിന്റെ, അല്ലേ? അതായത് അശ്വിൻ പറയുന്ന സ്ഥലത്ത് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണം, അശ്വിൻ പറയുമ്പോൾ അവർ മിസ്ഡയറക്റ്റ് ആവണം, അവർ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യണം, അല്ലേ? എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ നമ്മൾ ചെയ്യുന്നത്? എങ്ങനെ ഒരു ഓഡിയൻസിന്റെ മനസ്സിനെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾ പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് ചെയ്യുന്ന മാജിക് ഒരിക്കലും നമുക്കൊരു മുതിർന്ന ആൾക്കാരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണ ഒരു ഉത്സവപ്പറമ്പിൽ ചെയ്യുന്ന മാജിക് നമുക്കൊരു VIP ഷോയിൽ പോയി ചെയ്യുമ്പോൾ പെർഫോം ചെയ്യാൻ പറ്റില്ല. മെന്റലിസം നമ്മളിപ്പോൾ കാണുന്ന മെന്റലിസം ഒരു ഉത്സവപ്പറമ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറക്കില്ല. അത് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഓരോ ഓഡിയൻസ് നമ്മൾ ആദ്യം നോക്കും. നമ്മൾ ചെയ്യാൻ പോകുന്ന നമുക്കറിയായിരിക്കില്ല, പ്രോഗ്രാം ബുക്ക് ചെയ്യുമ്പോൾ പറയും ഇന്ന ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉത്സവ പറമ്പാണെങ്കിൽ പറയും, അല്ലെങ്കിൽ ഇത്ര ക്ലബ് ഷോ ആണെങ്കിൽ പറയും, അങ്ങനെ ഓരോന്നും പറയാറുണ്ട്. അപ്പോൾ എനിക്കറിയാം ഏകദേശം ഇപ്പോൾ ചെയ്തിട്ടുള്ള അറിയാം എങ്ങനത്തെ ഓഡിയൻസ് ആയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പെർഫോം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ഒരു ഇൻട്രോ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ആ ഇൻട്രോ കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഓഡിയൻസിൻ്റെ ഒരു 70% വൈബ് മനസ്സിലാവും. പിന്നെ എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അത് നമുക്ക് ആ ഷോയിൽ പൾസ് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഏറ്റവും ടഫായിട്ടുള്ള ഓഡിയൻസ് എവിടെയായിട്ടുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ആ നേരത്തെ പറഞ്ഞ VIP. വേറെ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. കുട്ടികളാണോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്? കുട്ടികളും സന്തോഷമാണ്. ഈ ഉത്സവപ്പറമ്പുകളല്ലേ ഭയങ്കര രസമാണ് പെർഫോം ചെയ്യാൻ. കാരണം സാധാരണ ആൾക്കാരാണ്, ഞാൻ സാധാരണക്കാരൻ്റെ ഇടയിൽ എന്ന് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഉത്സവപ്പറമ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ കാരണം ജനങ്ങൾ നമ്മൾ അത്രയും വീണ്ടും ഇഷ്ടപ്പെടുന്നു. അവർ ഭയങ്കര എല്ലാം മറന്ന് രസിക്കാനായിട്ട് വരുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അവരെ നാട്ടിലെ ഉത്സവമായിരിക്കും, വർഷത്തെ ഒരിക്കൽ വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, അവർ നമ്മളെ കാണുന്നു. ഭയങ്കര രസമാണ്. ജില്ല നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പം എന്തേ ഇങ്ങനെ ഒരു മൂവ്മെന്റ് കാണിച്ചില്ല, ഒരു ബോഡി ലാംഗ്വേജ്. എനിക്ക് തോന്നുന്നു മാജിക്കിൽ ഈ ഒരു റിതം അല്ലെങ്കിൽ ഒരു താളം, അല്ലെ, ഒരു ടൈമിങ്ങിന് അനുസരിച്ചിട്ടുള്ളതുണ്ടെന്ന്. അതൊന്ന് പറഞ്ഞുതരോ?
അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ? ലാലട്ടൻ പറയുന്നതൊന്നും നിങ്ങൾ ചോദിക്കില്ല, അറിയില്ല. ദൈവം തരുന്നത് 2 കൈ നീട്ടി. ഒരു ടൈമിങ്ങിലാണല്ലേ മാജിക് നിങ്ങൾ ചെയ്യുന്നത്? ലൈക്ക് പാട്ടിന് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലേ? അപ്പം മ്യൂസിക് ഇല്ലാത്ത, ഓഡിയോ ഇല്ലാത്ത മാജിക് എങ്ങനെയായിരിക്കും? അതെന്താണ് അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സംസാരിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, ചില സമയത്ത് ടെക്നിക്കൽ ഇഷ്യൂസ് വരാറുണ്ട്. ഓക്കെ. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, മ്യൂസിക്കാണ്, നിന്ന് പോകാറുണ്ട്. ആ സമയത്ത് മൈക്ക് എടുത്ത് എന്തെങ്കിലും പറയും, എന്താണ് നിന്നെ കൊണ്ടിരുത്തിക്കണമെന്ന് പറയും. ആ തമാശ രീതിയിൽ അങ്ങ് മാറ്റിയെടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഓഡിയൻസ് കൈയടിക്കും. പിന്നെ രണ്ടാമത്തെ ഞാൻ എപ്പോഴും ഒരു സാധനം അവിടെ വച്ചിരിക്കും. എന്തെങ്കിലും അഥവാ മ്യൂസിക് നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കപ്പ് ആയിട്ടൊരു സാധനം വച്ചിരിക്കും. പിന്നെ പല സ്റ്റേജിൽ ഞാനിപ്പോൾ ലാസ്റ്റ് ഐ തിങ്ക് കനകുന്നിലൊരു ഷോ ചെയ്ത സമയത്ത് 10 ദിവസം ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം നല്ല മഴയായിരുന്നു. ഞാൻ സ്റ്റേജിൽ ഷോയുടെ ഇടയ്ക്ക് ഞാൻ വീണു, ചറക്കി തന്നെ വീണു. പക്ഷെ നമുക്കവിടെ വീണിട്ട് നമുക്ക് അവിടെ കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി എന്നുള്ള സാധനം മനസ്സിലാവും. പക്ഷെ അവിടെ എണീറ്റിട്ട് നമ്മൾ അത് എങ്ങനെ നമ്മൾ മാറ്റിയെടുക്കുന്നു, പല മാജിക്കും പൊളിഞ്ഞു പോയിട്ടുണ്ട്. എനിക്കറിയോ, ഇഷ്ടം പോലെ സീക്രട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. പക്ഷെ അത് ദൈവം സഹിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാനത് തമാശ പറഞ്ഞ പൊളിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ, നമ്മൾ പൊളിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ അവിടെ കിടന്നിട്ട് ഉരുണ്ട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതെ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് പറയുന്ന സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസിന്റെ ആ ഒരു വൈബിൽ അങ്ങ് പോയാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ പണി പാളിയ മൊമെന്റ്സ് ഉണ്ട് ഉറപ്പായിട്ട്, ഒരുപാട്. പിന്നെ എനിക്ക് കൂടുതൽ എന്നെക്കാട്ടി പണി കിട്ടുന്നത് അവർക്കാണ്, ആ കൂടെ ഇരിക്കുന്ന. കാരണം ഏറ്റവും അധികം ചീത്തവിളി കേട്ടിട്ട് അവരാണ്. ഞാൻ അങ്ങനെ ആരും വഴക്കൊന്നും പറയാറില്ല. പക്ഷേ എൻ്റെ ഷോയിൽ നീ പെർഫെക്റ്റ് ആയിരിക്കണം. പ്രത്യേകിച്ച് നിത്യ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്കാണ് ഏറ്റവും അധികം എൻ്റെ ചീത്ത കേട്ടിട്ടുള്ളത്. ഷോയുടെ ഇടയിലൊക്കെ ഞാൻ നല്ല രീതിയിൽ, കാരണം ഷോയിൽ ഓഡിയൻസ് ഫേസ് ചെയ്യുമ്പോൾ നല്ലൊരു ചിരിച്ചിരിക്കും. പക്ഷെ തിരിഞ്ഞിട്ട് എന്ത് തേങ്ങയാണ് കാണിക്കണം, എടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ അവരുടെ ഫേസൊക്കെ അങ്ങ് മാറി കേട്ടോ. എന്നിട്ട് അവർ ഓഡിയൻസ് ഫേസ്ഡ് ആയിരിക്കും, പക്ഷെ ഞാൻ തിരിച്ചായിരിക്കും. ഞാൻ എന്ത് തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞാൽ എനിക്ക് അപ്പോൾ വല്ലാത്തൊരിത്. അപ്പോൾ ഇവർ ഈ ഷോ ഇപ്പോൾ നല്ല കളിച്ചിരിക്കുമ്പോൾ ഷോയ്ക്ക് മുന്നേമ്പോഴത്തേക്കും നിർത്തി പറഞ്ഞു, ചേട്ടാ എനിക്ക് ഷോ ഒക്കെ ചേട്ടൻ ഭയങ്കര പേടിയാണ്. ഞാൻ എന്തിനാ പേടിക്കണം? പറഞ്ഞു ഇല്ല എനിക്ക് ചേട്ടൻ വഴക്കുറ. ഞാൻ എന്തിനാ വഴക്കുറ? കാരണം എനിക്ക് എന്തൊക്കെ ഞാൻ ചീത്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എനിക്ക് എന്തോ ഒരു സാധനത്തിന് എന്തോ കിട്ടാതെ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്താ തേങ്ങ കാണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷോ ടൈമിൽ മാത്രമാണ് കേട്ടോ, അത് ഷോ പെർഫെക്റ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. തീർച്ചയായും. കാരണം മജീഷ്യൻസിനെ പോലെ തന്നെയാണ് അസിസ്റ്റൻസും ആർട്ടിസ്റ്റും. കാരണം അവരും ഞങ്ങളുടെ അതേ താളത്തിൽ നിന്നില്ലെങ്കിൽ ഷോ കംപ്ലീറ്റ് ആയിട്ട് പോയില്ല. ചില സീക്രട്ടുകൾ അവരാണ് ചെയ്യുന്നത്, നമ്മളല്ല. അപ്പോൾ ഇതൊരു ഏറ്റവും വലിയ സീക്രട്ടാണ്, അവരാണ് ചില സീക്രട്ട് ചെയ്യുന്നത്, നമ്മളല്ല. അപ്പോഴത്തേക്കും ടീം വർക്കാണ് തീർച്ചയായിട്ടും. കാരണം ഒരു ഇല്യൂഷൻ ഷോ ആണ്, ഒരു വലിയൊരു സ്റ്റേജ് ഷോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ക്ലോസ് അപ്പ് മാജിക്കിന് ഒരു മജീഷ്യൻ്റെ കഴിവ് മാത്രം മതി. പക്ഷേ ഞാൻ ചെയ്യുന്നത് കൂടുതലും വലിയ സ്റ്റേജ് ഷോസാണ്. അപ്പോൾ അതിനകത്ത് 10-12 പേരുള്ള ടീമുണ്ട്. ബാക്ക് സൈഡ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫ്രണ്ടിൽ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ LED വാൾ അല്ലെങ്കിൽ കർട്ടൻ. അപ്പോൾ ഈ സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കണം. എൻ്റെ ആർട്ടിസ്റ്റുകൾ ഇവരായിരിക്കണം, അടുത്ത കോസ്റ്റ്യൂം ചെയ്ത് വരണം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ അത്രയും ക്വിക്കായിട്ട് ഇരുന്നാൽ മാത്രമേ, കാരണം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച് എൻ്റെ സ്പീച്ച് കഴിയുമ്പോൾ എനിക്കറിയാം അവിടെ ആ സാധനം സെറ്റായെന്ന്. അപ്പോൾ സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ അവിടെ സ്പീച്ച് ചേർത്തുള്ളൂ, അപ്പോഴേ LED വാൾ മൂവ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അത്രയും നല്ല ടീം വേണം, മനസ്സിലായി? നമ്മളെ മനസ്സിൽ കാണുമ്പോൾ അവർ മാനത്ത് കാണണം എന്നുള്ള രീതിയിലാണ്. എനിക്ക് അവിടെ എന്തെങ്കിലും ഇപ്പോൾ അവിടെ ഡിലേ വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ അറിയാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എല്ലാം മുഖത്ത് നോക്കിയുള്ള കാണാൻ പറ്റില്ലല്ലോ, കാണാൻ പറ്റില്ല. ആക്ച്വലി അവർ ബാക്കിലല്ലേ, LED വാളിൻ്റെ ബാക്കിൽ. ഞാൻ ഇപ്പോൾ ഒരു ആക്ട് കഴിഞ്ഞു, ഞാൻ ഫ്രണ്ടിൽ വന്നു സ്പീച്ച് ചെയ്ത സമയത്ത് ഇവിടെ കർട്ടൻ അല്ലെങ്കിൽ LED വാളായിരിക്കും. അപ്പോൾ ഇവിടെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. അടുത്ത പ്രോപ്പർട്ടി ഞാൻ ഒന്ന് സൗണ്ട് വയ്ക്കും. ഓക്കെ, സൗണ്ട് എനിക്കറിയാം. അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇതും ഈ സ്പീച്ചിൽ ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ പറയാറുണ്ട്, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാപ്പ് ചെയ്യാൻ പറയും. ഓക്കെ, അവർ ക്ലാപ്പ് ചെയ്യും. അപ്പോൾ ക്ലാപ്പ് വന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ട്. ഓക്കെ, അപ്പോഴും അല്ലെങ്കിൽ ഇവർ പറയും ചില ഡിലേ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പോകും. അത് കൊള്ളാം, അത് എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഒരു ടീം വർക്ക് അല്ലേ? എത്ര പേരുണ്ട് ടീമിൽ? 12 പേര്. 12 പേരുണ്ട് ഈ കംപ്ലീറ്റ് ഈ ഒരു ഇല്യൂഷൻ മാജിക്കിന് അല്ലേ? കോൺജ്യൂറിംഗ് ഓക്കെ, സൂപ്പർ. ഇപ്പം ഓവറോൾ ഇപ്പം ഇത്രയും ഷോസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഷോസ് കേരളത്തിലായിരുന്നു അതോ പുറത്തായിരുന്നു? ആക്ച്വലി പല ആൾക്കാർക്കും സംശയം 5000 വേദികൾ എന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. 5000 വേദികളല്ല, 5000 ഷോസ് ആണ് കംപ്ലീറ്റ് ഷോസ്. അതിൽ കൂടുതലും മാജിക് പ്ലാനറ്റിലാണ് ഞാൻ ഷോ ചെയ്തത്. അവിടുത്തെ ഓരോ ഷോസ് ഞാൻ കൗണ്ട് ചെയ്താണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് 5000 ഷോസ്, സ്റ്റേജസ് അല്ല കംപ്ലീറ്റ് ചെയ്തത്, 5000 ഷോസ് ആണ്. അതെ, ഞാനിപ്പോൾ മാജിക് പ്ലാനിൽ മാത്രം ഐ തിങ്ക് ഒരു 2000 സംതിങ് ഷോസ്, ബാക്കി 3000 സംതിങ് ഞാൻ പുറത്തുമാണ് ചെയ്തിട്ടുള്ളത്. പുറത്താണോ കൂടുതൽ സ്വീകാര്യത ഇതിനുള്ളത്? അതായത്
ഫോറിൻ കൺട്രീസിലോ ഗൾഫ് കൺട്രീസിലോ ഒക്കെ? പല രാജ്യങ്ങളിലും പല രീതിയിലാണ് കാണുന്നത് നമ്മുടെ ഷോസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ഫോറിനേഴ്സിന് മുന്നിൽ പെർഫോം ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത്. അവർക്ക് അവർ ഭയങ്കര രസമാണ്, അത് അവരുടെ എക്സ്പ്രഷൻസ് ഭയങ്കരമായിട്ട് നമ്മളിവിടെ മറ്റേ innocent ഇങ്ങനെ നിൽക്കുന്നത് പോലെ നിൽക്കും, അടുത്ത കാണിക്കുന്നല്ലേ. സത്യം. പക്ഷെ അവര് ഭയങ്കരമായിട്ട് കുഞ്ഞു മാജിക് മതി. വാവ്. ഐ തിങ്ക് ഇടയ്ക്ക് ലാസ്റ്റ് ഞാൻ മാൽദീവ്സിൽ പോയപ്പോഴത്തേക്കും അവിടെ ഐ തിങ്ക് ഫ്രാൻസിൽ നിന്ന് ഇവിടെ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. ഒരു സിമ്പിൾ മാജിക്കാണ് ഞാൻ കാണിച്ചത്. എൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഈ മാജിക്ക് ഞാൻ ഇവിടെ ഞാൻ കാണിക്കല്ല, കാരണം അത് വലിയ മാജിക് അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവർ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുന്നു. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ അതെ. ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തായിരിക്കും ഷോസ് ചെയ്തിട്ടുള്ളത്? ഞാൻ മാൽദീവ്സിലാണ് ഏറ്റവും അധികം ഷോസ് ചെയ്തിട്ടുള്ളത്. അതായത് 2 തവണ പോയി മാൽദീവ്സിലാണ്. 2 തവണ. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ? ഇംഗ്ലീഷ്. അതെ അതെ. പിന്നെ വലിയ നല്ല ഇംഗ്ലീഷുകാരനൊന്നും അല്ല. പിന്നെ എൻ്റെ മുറി ഇംഗ്ലീഷ് കൊണ്ട് ഞാൻ ജീവിച്ചു പോകും, തട്ടിമുട്ടി ജീവിക്കും. പക്ഷേ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇപ്പോൾ മാജിക്കിനോ? അതായത് ഇപ്പം ഒരു കഥാരൂപേണയാണോ ഇപ്പോൾ പോകുന്നത്, അതോ പ്രോപ്പർട്ടീസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ? അതായത് ലൈക്ക് ഇപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഷോസ് ഞാനൊരു ആരെ ഞാൻ പറഞ്ഞുതരാം. ഹാൻസ് ക്ലോക്ക് എന്ന് പറഞ്ഞൊരു മജീഷ്യനാണ്. ഓക്കെ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ ഹാൻസ് ക്ലോക്കാണ്. ഞാൻ സ്ഥിരമായിട്ട് ഷോസ് കാണാം, അദ്ദേഹത്തിൻ്റെ ഷോസ് കാണാറുണ്ട്. എനിക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ല നിന്നിട്ട് ഷോ ചെയ്യാം. പ്രോപ്സ് കൊണ്ടുവരുന്ന എടുക്കുന്നു വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ അത് ആ ഒരു ഡാൻസ് നിങ്ങൾ എൻ്റെ ഒരു 2-3 പെർഫോമൻസ് ഉണ്ട്, കിടിലത്തിലെ പെർഫോമൻസ്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കോമഡി ഉത്സവത്തിലെ ഒരു അടിപൊളി അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ മാറ്റിയപ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അത്. അതിൽ സ്റ്റോറി ടൈപ്പ് പോയി ചില ആൾക്കാർക്ക് അത് ദഹിക്കണമെന്നില്ല. വിഷ്വലി പെർഫോം ചെയ്തുകൊണ്ട് അവരുമായിട്ട് ഇപ്പോൾ ലൈക്ക് ഒരു ഗേൾ ആണെങ്കിൽ പുള്ളിക്കാരായിട്ട് ഒരു റൊമാൻറ്റിക് ടൈപ്പ്, അതിലൊരു സ്റ്റോറി ബേസ്ഡ് പോകുന്നു. അതെ അതെ, അതാണിപ്പോൾ. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു ടെക്നോളജി വേൾഡിൽ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ടെക്നോളജിയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് മാജിക്കിനും ഒരു വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ഇപ്പം യൂസ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് പണ്ടത്തെ ആ ഒരു ക്ലാസിക്കൽ മാജിക് വെച്ച് നോക്കിയാൽ ഡു യു റിലൈ ഓൺ ടെക്നോളജി? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല. നുണ പറയുന്നതിനെക്കാട്ടും നല്ല സത്യം. ഭാവിയിൽ ഈ ടീം മെമ്പേഴ്സിന് പകരം റോബോട്ടും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും ആവട്ടെ. അപ്പോൾ അല്ല, ഇനിയിപ്പം മാജിക്കിന് ഇപ്പം അങ്ങനത്തെ മാജിക്കുകൾക്ക് ഇപ്പോൾ ഇത്രയും വലിയ ഇല്യൂഷൻ ഷോസ് കുറഞ്ഞു വരികയാണ്. അങ്ങനത്തെ ഷോസ് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കൂടുതൽ മെൻ്റലിസം അങ്ങനത്തെ സാധനങ്ങളിലേക്ക് പോവുകയാണ്. മാജിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോഴും ഇഷ്ടം ഒരു മജീഷ്യനായിട്ട് അറിയപ്പെടാനും മാജിക്കിനാണ് കൂടുതൽ. ക്ലാസിക്കൽ ഒരു മജീഷ്യൻ. മെൻ്റലിസ്റ്റ് എന്ന് അറിയിക്കുന്ന എനിക്ക് മെൻ്റലിസ്റ്റ് ഇഷ്ടമല്ല, പെർഫോം ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിഷ്ടം മജീഷ്യൻ എന്ന് പറയുന്നതാണ്. മെന്റലിസം എവിടെയാ പഠിച്ചത്? ആക്ച്വലി മാജിക് അക്കാഡമിയിൽ തന്നെയാണ് മെന്റലിസം പഠിച്ചത്. പിന്നെ നമുക്ക് സുഹൃത്തുക്കളെല്ലാം മജീഷ്യൻസ് ആണ്, അവിടെ എല്ലാം മജീഷ്യൻസ് ആണല്ലോ, ഊണും ഉറക്കം എല്ലാം മാജിക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ പോലും അറിയാം നമ്മൾ മാറിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. വായിച്ചു നോക്കിയത് അബദ്ധമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് അത് തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഒരാളുടെ മനസ്സെല്ലാം വായിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഒരു മണ്ടത്തരമാണ്. അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത് മെന്റലിസം എന്ന് പറയുന്നത് മാജിക്കിന് മറ്റൊരു ഘടകവും കുറച്ച് സൈക്കോളജിയും അതുപോലെ അവരുടെ ബോഡി ലാംഗ്വേജ്, പിന്നെ അവരുടെ അതായത് അവരും കൂടെ വിചാരിക്കണം. ഓക്കെ, കോപ്പറേറ്റ് ചെയ്ത് മാത്രം. അത് സൈക്കോളജിയിലാണല്ലേ കുറച്ച് പോർഷൻ. ഓക്കെ, അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളൊരു മനുഷ്യനെ പഠിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ കണ്ണിന്റെ നോട്ടം വെച്ചിട്ടോ അല്ലേ? അതൊക്കെ ചില ആൾക്കാർ ചെയ്യാറുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് പറയാൻ അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ അങ്ങനെ ആരെയും ഞാൻ നോക്കാറുമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇപ്പോൾ സത്യം പറയാം അങ്ങനെയൊക്കെ പറയാറുണ്ട്, അങ്ങനെ കള്ളത്തരം പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ കൃഷ്ണമണി ഇങ്ങനെ ഇടത്തോട്ട് നോക്കിയാൽ കള്ളമാണെന്നും അത് ഞാൻ കുറെ ട്രൈ നോക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം അങ്ങനെയൊന്നും അല്ല. അത് കുറച്ച് പേഴ്സണൽ ആൾക്കാർ അങ്ങനെ ഒരു കോമൺ ഫാക്ടറിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുമെങ്കിൽ പോലും എല്ലാവരും അങ്ങനെ ആകണമെന്നൊന്നുമില്ല. അപ്പോൾ ബിഗ് ബോസ് 4 കോntestant ആയിരുന്നു ബിഗ് ബോസ് സീസൺ 4 അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസിലെ എക്സ്പീരിയൻസ് ആൻഡ് ലാലേട്ടനെ കണ്ട എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ടതേ ഉള്ളൂ. ഓക്കെ, രണ്ട് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആക്ച്വലി ബിഗ് ബോസിലേക്ക് ഇനി കോള് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആൻസർ ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അതെ, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾക്ക് കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ വളരെ ശക്തനായ മത്സരാർത്ഥി ഒന്നും അല്ലായിരുന്നു. ഞാൻ ഒരു സൈഡിൽ അടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി പറയുന്ന അടിക്ക് ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു പറയാം. അപ്പോൾ ലാലേട്ട് എല്ലാ ആഴ്ച വഴക്കുറഞ്ഞ ഒരു കാര്യം, അശ്വിനെ ഇടപെട്. ഞാൻ നോക്കുമ്പോൾ അടി ഉണ്ടാക്കുന്നത് ദോശയ്ക്ക്, ചായക്ക്, പഞ്ചസാരയ്ക്ക്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതിനൊന്നും അടി ഉണ്ടാക്കിയിട്ടില്ല. അതൊരു വലിയ ഇഷ്യൂ നടക്കുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം ദോശ ഉണ്ടാക്കി വെച്ചു. ഇത് ബിഗ് ബോസ് സ്റ്റോറിയാണ് പറയുന്നത്. ദോശ ഒരു ദിവസം ഒരാൾക്ക് 2 ദോശ തന്നെ ഉള്ളത് കേട്ടോ, ഗോതമ്പ് ദോശ. അപ്പോൾ എൻ്റെ ദോശയുടെ പകുതി ദോശ ആരും എടുത്ത് കഴിച്ചു.
അപ്പോൾ എനിക്ക് 1.5 ദോശ കിട്ടിയുള്ളൂ. ഞാൻ 1.5 ദോശ കഴിച്ചു, എനിക്ക് പ്രശ്നമല്ല. അന്ന് ക്യാപ്റ്റൻ ദിൽഷയായിരുന്നു. അരദോശ ആരെടുത്തു എന്നും പറഞ്ഞിട്ട് എൻ്റെ അമ്മേ അവിടെ കിടങ്ങുന്ന അങ്ങോട്ട് പ്രശ്നം. അപ്പോഴത്തേക്ക് അവൻ്റെ അരദോശ, ഞാൻ പറയും എനിക്ക് പ്രശ്നമല്ല, അവർ കുഴപ്പമില്ല, ആ അരദോശ ആരെടുത്ത് അറിയണമല്ലോ, എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. അപ്പോൾ ഞാൻ ഈ തുണി എന്തോ അലക്കൊണ്ടുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര വഴക്കിടക്കുന്നുണ്ട്. അത് ലാലേട്ടൻ എനിക്ക് ശനിയാഴ്ച എപ്പിസോഡിലിട്ട് കാണിച്ചത്. അപ്പോൾ എനിക്ക് തന്നെ ശരിയൊന്നു, കാരണം അവിടെ പറഞ്ഞു നടക്കുന്ന വിഷയം എന്നെ പറ്റിയാണ്. ഞാൻ തുണി അലക്കി നോക്കുമ്പോൾ ഇവിടെ അടി, ഞാനിങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് നടന്നു, കാരണം എനിക്കതിൽ ഒന്നും തോന്നിയില്ല കണ്ടിട്ട്. അപ്പോഴത്തേക്കും ഞാൻ പറയുന്നത്, എനിക്ക് അടിയും വഴക്കുണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെ ഒരു മറ്റേ ഇരയാക്കിയിട്ട് അവരൊരു വഴക്കുണ്ടാക്കി പെർഫോം ചെയ്യാണ്. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിൻ്റെ എങ്ങനെ കളിക്കണമെന്ന് അറിയാതെ പോയ ഒരാളാണ് ഞാൻ. പോകുന്ന വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഫസ്റ്റ് എനിക്ക് ലാലേട്ടനെ കാണാം. എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തു, എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി പോകണമെന്നുള്ള. പിന്നെ ഞാൻ സീസണിൽ കണ്ടു തുടങ്ങി. എനിക്ക് നിങ്ങൾ ആരും പറയാൻ വിശ്വസിക്കില്ല, എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ സീസൺ 2 ഞാൻ ഹോട്ട്സ്റ്റാറിൽ കണ്ടു തുടങ്ങുന്നത്. എനിക്ക് അതുപോലെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഷോർട്സ് കാണുന്നത്, അത് എങ്ങനെയാണ് എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അറിയില്ല. പക്ഷേ അവിടെ പോയപ്പോൾ എനിക്കൊരാഗ്രഹം ലാലേട്ടനെ കാണണം. ഈ ലാലേട്ടനെ കാണുന്നപ്പോൾ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട് എൻ്റെ ലൈഫിൽ ലാലേട്ടനെ പറ്റി പറയുമ്പോഴും. ഒന്നാമത്തെ ഞാൻ ലാലേട്ടൻ ഭയങ്കര കട്ട ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ജീവിതത്തിലെ എല്ലാ സക്സസ് ഞാൻ വിശ്വസിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ വഴിയാണ് ഞാൻ ഇതുവരെ എത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ 2017 ഐ തിങ്ക് 2017 ഞാൻ മാജിക് പ്ലാന്റ് വയ്ക്കുന്ന സമയത്ത്, 17 എനിക്ക് വർഷം കറക്റ്റ് ഓർമ്മയില്ല, ആ സമയത്ത് ലാലേട്ടൻ മാജിക് പ്ലാന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഒരു ദിവസം രാത്രി ഒടിയൻ ഷൂട്ട് നടക്കുന്ന സമയത്താണ് അദ്ദേഹം മാജിക് പ്ലാന്റിൽ അമ്മ മഴവിൽ ഏതൊരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഗ്രീൻഫീൽഡിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു മാജിക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാജിക്ക് നമ്മുടെ മുതുകാട് സാറാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് പ്ലാന്റിനകത്താണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിന് രാത്രി അധികം ആരുമില്ല, 4-5 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുതുകാട് സാർ ഞാനോട് നിന്നോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ വന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത്. അപ്പോൾ മീശയൊന്നുമില്ല, താടി മറ്റേ ഒടിയൻ ലുക്കിലാണ്. അപ്പോൾ പറഞ്ഞ് എൻ്റെ ആഗ്രഹം ലാലേട്ടൻ ഒന്നും വേണ്ട, എനിക്കൊരു ഫോട്ടോ എടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ എല്ലാം പറയും, ഞാൻ ലാലേട്ടനെ കാണാൻ വേണ്ടി പോകണം, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ വന്നിറങ്ങുന്നതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ മാനേജർ പറഞ്ഞു ഫോട്ടോ എടുക്കരുത്, ഒടിയൻ ലുക്കിലാണ് എടുക്കാൻ പാടുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടം, പക്ഷെ കണ്ട സന്തോഷമുണ്ട്. പക്ഷേ ഇതെനിക്ക് ആരോടും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ അത്രയും പറഞ്ഞ് വച്ചിരിക്കണം. അപ്പം ഞാനിത് ലാലേട്ടൻ്റെ കാറുണ്ടല്ലോ 2255, എൻ്റെ പിക്ചറിൻ്റെ ഇപ്പോഴും ഉണ്ട്. ആ കാറിൻ്റെ അടുത്ത് ഞാനൊരു ഫോട്ടോ എടുത്തു. എന്നിട്ട് പറഞ്ഞ് ഞാൻ ലാലേട്ടനെ കണ്ടു എന്ന് പറയുന്നതോ. എന്നിട്ട് ഇവരാരും വിശ്വസിച്ചില്ല. കാരണം നീ ഏതൊരു കാറിലെങ്കിൽ ലാലേട്ടൻ്റെ കാറ് കണ്ടു എന്നുള്ള. പക്ഷേ ആൾക്കാർ പറയുമല്ലോ ഇങ്ങനെ ഒരു കാണുമ്പോൾ ഫോട്ടോ എടുക്കുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു എന്നെങ്കിലും ഞാൻ ലാലേട്ടനെ കാണും. ഭയങ്കരമായിട്ട് ഞാൻ അങ്ങ് ആഗ്രഹിച്ചു. കാരണം ഞാൻ അമിതമായിട്ട് ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ബിഗ് ബോസ് ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ അതുവരെ എനിക്ക് ഇമോഷണലി ഒന്നും ഒട്ടും എനിക്ക് സെറ്റല്ല. ഓക്കെ, ബിഗ് ബോസ് ഫ്ലോർ അതാണ്. ഞാൻ ഫസ്റ്റ് എൻട്രി ഷൂട്ടാണ്. എൻട്രി ഷൂട്ട് എൻ്റെ പെർഫോമൻസ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ക്രൂ എന്ന് പറയുകയാണ്, അതുവരെ ഞാൻ ലാലേട്ടനെ കണ്ടിട്ടില്ല. പറഞ്ഞു ഇനി നിങ്ങൾ പറയും, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ്, ലാലേട്ടൻ ഇവിടെ വന്നിരിക്കും. അപ്പോൾ റോളിങ് പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ വരും, സംസാരിക്കുമെന്ന് പറയും. ആ നിമിഷം ഞാൻ അറിയാതെ കണ്ണിങ്ങനെ കുടുകൂടാ വെള്ളം വന്നു. കാരണം ഞാൻ ആലോചിച്ചു, ഇത്രയും നേരം എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. കാരണം ഇനി വരാൻ വേണ്ടി ഒരു ലെജൻഡ്, ഞാൻ ആഗ്രഹിച്ച ഒരാൾ, ഒരു നാൾ ഞാൻ ഇന്ന് ഫോട്ടോ എടുക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ച ആൾ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ അപ്പോഴത്തേക്കും ഓക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എന്തിനാ കരയുന്നത്. ഞാൻ പറയും എനിക്ക് കരച്ചിൽ, എനിക്ക് അറിയില്ല എന്ത് പറയുന്നത്. കാരണം സന്തോഷമാണോ ഈ ഫ്ലോറിൻ്റെ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു വാല്യൂ കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ പോയി, ഇപ്പോഴും അതിൻ്റെ എൻട്രി എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. അവിടെ റോളിങ് പറയുന്നു, ഞാൻ ഈ ഇത്രയും ക്യാമറാസ് ഒരുമിച്ച് മൂവ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ണും വാവളി ഇത് എവിടെ ലാലേട്ടൻ വരുന്നത് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കണ്ണിലൊരാളൊന്ന് പൊത്തി. എൻ്റെ മോനെ എനിക്ക് ഇപ്പോഴും ഒരു രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനമല്ലേ. ഞാൻ ഇപ്പോഴും പറയാം ലാലേട്ടൻ എന്ന് പറയുന്നത്. ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ പിഞ്ചിട്ടുള്ള അതാണ് അത്. അപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. കാരണം ഞാനൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ച ആൾ അദ്ദേഹം എന്നോട് സംസാരിക്കും, എൻ്റെ പേര് വിളിക്കുന്നു, പിന്നെ വഴക്ക് ഓരോ ആഴ്ച വന്നിട്ട് പിന്നെ പേടിയാവാൻ തുടങ്ങില്ല. അല്ല യേശുവത്ത് വഴക്ക് പറയില്ല അങ്ങനെ. അപ്പം പിന്നെ ഞാൻ പറയില്ല, അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഫ്രീക്വൻസി കൂടി ഒരാളാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് കൂടുതലായതുകൊണ്ട് പറയണമല്ല, പക്ഷേ അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ ഒരു ഫ്രീക്വൻസി ഉണ്ട് അദ്ദേഹത്തിന്. കാരണം അത് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ലാലേട്ടനെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യണം കേട്ടോ. അദ്ദേഹത്തിന് എന്തോ ഒരു സ്പെഷ്യൽ വൈബ്, അത് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ വൈബ്രേഷൻ. ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ, ഈ ഓരോരുത്തർ ഫ്രീക്വൻസിനെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കറിയില്ല എന്താ ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ അറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ നിങ്ങളായിത്തീരും. ഓക്കെ,
നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ചാണകം കൊണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈച്ചയും പ്രാണികളൊക്കെ വന്നിരിക്കും. പക്ഷേ ഒരു പൂന്തോട്ടം നട്ടിട്ടാൽ ചിത്രശലഭങ്ങൾ വരും, നല്ല നല്ല പക്ഷികൾ വരും. ഇതേ സെയിമാണ് നമ്മുടെ മൈൻഡിൽ സംഭവിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് എന്ന് മാത്രമല്ല, നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ പണ്ട് പറയുമായിരുന്നു ഞാൻ സെലിബ്രിറ്റിയാണ്, ഞാൻ വെറുതെ പറയുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ദേവസച്ചി ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ പണക്കാരൻ എന്തുകൊണ്ട് പണക്കാരനാവുന്നു? കാരണം അവനൊരിക്കലും പറയില്ല പൈസ ഇല്ല എന്നുള്ള കാര്യം. ചില ആൾക്കാർ പറയും എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് എന്നും പൈസ ഇല്ലായ്മ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പറയുന്ന ലൈഫിൽ ഡെഫിനറ്റ്ലി ഞാൻ സൂപ്പറാണ്, അടിപൊളിയാണ്, ആ രീതിയിൽ അങ്ങ് നിൽക്കുക. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാം നമ്മൾ സംഭവിക്കും കേട്ടോ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ മാനിഫെസ്റ്റ് ചെയ്യണം പല കാര്യങ്ങളും. ഞാൻ എൻ്റെ ഈ റെക്കോർഡ്സ് കിട്ടുന്നത് ഞാൻ അതിന് മുൻപ് ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയം മുതൽ ഞാനിങ്ങനെ ഇത് ചെയ്യും, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും. ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ സമയം മുതൽ എനിക്കറിയാം ഞാൻ ഒരിക്കലും ബിഗ് ബോസിന് പറ്റിയ ഒരു മത്സരാർത്ഥിയല്ല. ഓക്കെ, പക്ഷേ അതിൻ്റെ ആ ഒരു വാല്യൂ കണ്ടപ്പോൾ എനിക്ക് അതിൽ പോകണമെന്ന് അമിതമായിട്ട് ആഗ്രഹിച്ചു. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ എനിക്കറിയാം അവിടെ ഒരു വർഷം 1.5 ലക്ഷത്തിന് പുറത്ത് ഇത് വരും, അതായത് ആപ്ലിക്കേഷൻസാണ് ബിഗ് ബോസ് ലൊക്കേഷനിലേക്ക് വരുന്നത്. അതിൽ സെലക്ട് ചെയ്യുന്ന 20 പേര്, ആ 20 പേരിൽ എനിക്ക് ഒരാൾ ആവാൻ എനിക്ക് സാധിച്ചെങ്കിൽ ഞാൻ മനസ്സിലാക്കി അതിൻ്റെ പവർ എത്രത്തോളമാണെന്നുള്ളത്. വളരെ സിമ്പിളാണ്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ബിഗ് ബോസിന് ആ ഒരു ആഗ്രഹം വന്ന മുതൽ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ബിഗ് ബോസ് വീട്ടിലാണെന്ന് ചിന്തിക്കും. രാവിലെ എണീക്കുമ്പോൾ മാജിക് പ്ലാനിൽ ID കാർഡ് എടുത്തിടും, എന്നിട്ട് ഫോണിൽ പാട്ട് വയ്ക്കും, ഡാൻസ് കളിക്കും, അതേ രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ഒരു ഫ്രീക്വൻസി, എൻ്റെ ലെവല് അടുത്ത അതിലേക്ക് എത്താൻ തുടങ്ങി. ഇത് ആക്ച്വലി ഒരു മൈൻഡിൻ്റെ ഒരു ഗെയിമാണ്, നമ്മളെ മൈൻഡിനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് പോകും, അതിൻ്റെ വഴികൾ തുറന്നു വരും. നിങ്ങളിപ്പോൾ എല്ലാവരും പറയുന്ന സിമ്പിൾ ഉദാഹരണമാണ് റെഡ് കാർ അന്വേഷിച്ച് പുറത്തു വന്ന കാര്യം അറിയാമോ? അറിയില്ല. നിങ്ങൾ നാളെ ഒരു പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇന്ന് ഞാൻ റെഡ് കാർ മാത്രം കാണും, റെഡ് കാർ കൂടുതൽ കാണുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾ കാണുന്ന കൂടുതലും റെഡ് കാർ ആയിരിക്കും. 100% ഷുവർ. കാരണം നിങ്ങൾ എന്താണ് വിചാരിച്ചിറങ്ങുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കും. ഓക്കെ, ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ഇപ്പോൾ ഒരിക്കലും ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ വഴി നമ്മൾ പോലും അറിയാതെ നമ്മളെ ഫ്രീക്വൻസി, നമുക്ക് അമിതമായിട്ട് ആഗ്രഹം എന്ന് പറയില്ലേ, ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വരും. ഇപ്പോൾ റെഡ് കാർ കാണുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാറുകൾ കാണും, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ റെഡ് കാറായിരിക്കും. മനസ്സിനെ പറ്റിക്കല്ല, പക്ഷേ ആണെന്ന് ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് ആക്ച്വലി. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ പണക്കാരനാവണം എന്ന ആഗ്രഹമുണ്ട് പലർക്കും. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് ഒരാളുടെ ആഗ്രഹമാണ് പണക്കാരനാവണം. ഞാൻ പറയുന്നത് എനിക്കൊരു 1 കോടി രൂപ തരട്ടെ, അയ്യോ 1 കോടി രൂപയെ, അപ്പോഴും അവൻ്റെ മൈൻഡ് മാറിയിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മളത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, അതാണ്. ഇപ്പം ചില ആൾക്കാർ ഇത് സീക്രട്ട് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കണം കേട്ടോ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞാൻ വേറെ ഒരു പുസ്തകം വായിക്കാം, അത് നല്ല. പക്ഷേ ഈ പുസ്തകം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും വായിക്കണം. ദി സീക്രട്ട് ബ്യൂട്ടിഫുൾ ബുക്കാണ്. നിങ്ങളുടെ ലൈഫ് ഞാൻ ഉറപ്പ് തരാം 21 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫ് മാറിയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ അതിനകത്ത് വേറെ ഒന്നുമില്ല, അതിനകത്ത് കഥകളില്ല, നോവൽസില്ല, ഒന്നുമില്ല, നത്തിങ്. ഒറ്റൊരു കാര്യം, മൈൻഡിനെ എങ്ങനെ പവർഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ നിങ്ങളുടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം, എങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാം. ഓരോരുത്തർ കോഴ്സ് മാത്രമാണ്, അതിനകത്ത് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. പല ആൾക്കാരും ഒക്കെ, ചില ആൾക്കാരുടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട് സുഖമാണ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് സുഖമാണോ എന്ന് വെച്ചാൽ പറയാം കുഴപ്പമില്ല. അവരുടെ ലൈഫ് ഇട്ടിട്ടുണ്ട്, അവരുടെ ലൈഫൊക്കെ എപ്പോഴും അങ്ങനെ പോകും. നമ്മുടെ ലൈഫ് പോകുന്നു, അവരുടെ ലൈഫ് അങ്ങനെ തന്നെ പോവും. അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഒന്നും കാണില്ലായിരിക്കും, പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് പോകുന്നു പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു അത് ഈ ബുക്കിൽ നമുക്ക് കിട്ടും. കുറേ കാര്യങ്ങൾ പഠിക്കും കേട്ടോ. പിന്നെ ഈ 369 എന്ന നമ്പർ, ഓരോ നമ്പേഴ്സിന് ഓരോ വാല്യൂസ് 11 കാണുന്നത്. നമുക്കത് ഒരു കാര്യം ഫോണിൽ കാണുമ്പോൾ തന്നെ വിചാരിക്കാം പലരും അത് എല്ലാവരും ഒരു തെറ്റിദ്ധാരണ. ജസ്റ്റ് അതിനെപ്പറ്റി ആൾക്കാർക്ക് അറിയാത്തതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഞാൻ വലിയ ധാരണ ഇല്ല, എന്നാലേ ഞാൻ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. ഈ 11 കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ വിഷ് അല്ല ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡാണ് പറയേണ്ടത്. ഓക്കെ, അത് നമ്മുടെ 11 കണ്ടില്ലെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നോ നിങ്ങളുടെ ലൈഫ് അത്രത്തോളം മാറിയിരിക്കും. ഷുവറാണ്. നിങ്ങൾ ഉള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം നന്ദി പറയുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എത്രത്തോളം. അപ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് ഇത്രയും നല്ലൊരു ദിവസം തന്നതിന്, ഇത്രയും നല്ല സ്നേഹം തന്നതിന്, ഇത്രയും നല്ല ആരോഗ്യം തന്നതിന്, സംസാരിക്കില്ല കഴിവ് തന്നതിന്, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ ശേഷം യൂണിവേഴ്സ് എനിക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ട്, എനിക്ക് ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ച് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. തരണം എന്ന അല്ല പറയേണ്ടത്, തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് തരും, താങ്ക് യു യൂണിവേഴ്സ്, ദാറ്റ്സ് ഇറ്റ്.
അങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് ക്ലിയർ ഉണ്ടായിരിക്കണം. നമ്മളൊരു വിഷയം എങ്ങനെയാണ് പല ആൾക്കാരും പറയാറുണ്ട്, ആ വിഷയത്തിന് കറക്റ്റായിട്ട് അവർക്ക് അതിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്കൊരു പണക്കാരനാവണം, എത്ര രൂപ വേണം, യൂണിവേഴ്സിന് അറിയില്ല. നമ്മൾ സ്പെസിഫിക് ആവണം. ഇപ്പോൾ എനിക്ക് 1 കോടി രൂപ എനിക്ക് ഇന്ന ദിവസം വേണം. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ അത് മൈൻഡ് സെറ്റാണ്. അത് 1-2 ദിവസം കൊണ്ട് എത്തുന്നതല്ല ആക്ച്വലി. ഇത് ഞാനും ആക്ച്വലി ഇങ്ങനെ ഇത് നോളജ് അല്ല കേട്ടോ ആക്ച്വലി. ഇത് എനിക്ക് പറയില്ല, നമ്മൾ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഞാൻ പിന്നെ അന്വേഷിക്കും. അതിനെപ്പറ്റി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ അന്വേഷിക്കും. എനിക്ക് ഈ സൈക്കോളജി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സൽ എനർജി അത് എങ്ങനെയാണ് നമ്മളോട് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഇതാണ് ഈ നിമിത്തം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കും, ഇന്ന് രാവിലെ നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്യാണ്, നടന്നില്ല, ഈ സമയത്ത് നടക്കുകയുള്ളായിരുന്നു. വിധി എന്നുള്ളതല്ല, പക്ഷേ ചില കാര്യങ്ങൾ ചില സമയത്ത് നടക്കും. ചില ആൾക്കാർ ചില സമയത്ത് നമ്മൾ കണ്ടുമുട്ടിയിരിക്കും. അത് പ്രപഞ്ച സത്യമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ആണെന്ന് വെച്ചാൽ ആണോ അല്ലേന്ന് വെച്ചാൽ അല്ല. പക്ഷേ നമ്മൾ നല്ല ചിന്തിക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ മോശം ചിന്തിക്കാനൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലതായിട്ട് ചിന്തിക്കുക, നല്ല പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക. രണ്ടാമത്തിലും നമുക്കൊരു ഗോൾ വേണം എപ്പോഴും. പല കുട്ടികൾക്കും എന്താണ് ആഗ്രഹം, എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക. ഒരു കറക്റ്റ് ഒരു ഗോൾ വേണം നമുക്ക് ലൈഫിൽ, എങ്കിലും മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആഗ്രഹങ്ങൾ എപ്പോഴും എഴുതി വെക്കണം. അത് നല്ലതാണ്, എഴുതി വെക്കുക. പിന്നെ വേറൊന്നും ചെയ്യണ്ട, ഒന്നും ഇല്ലെങ്കിൽ പോലും ദിവസം നിങ്ങളൊരു 5 കാര്യം, നിങ്ങൾക്ക് ലഭിച്ച ഒരു 5 അനുഗ്രഹങ്ങൾ 5 എഴുതിയാൽ മതി. നിങ്ങളപ്പം ഒരു വർഷം എന്തോരം വേറൊന്നും വേണ്ട. നല്ല കണ്ണ് നിന്നതിന് നന്ദി, ശ്വസിക്കാൻ അല്ലേ, നമുക്ക് നന്നായിട്ട് ശ്വസിക്കാൻ ഭക്ഷണം 3 നേരം ഭക്ഷണം കിട്ടും, നമുക്ക് അച്ഛനമ്മയും കിട്ടുക, അവർക്ക് നന്ദി, എല്ലാവർക്കും നന്ദി. എപ്പോഴും ഗ്രാറ്റ്യൂഡ് പറയാ. സൂപ്പർ ലൈഫ് ജിങ്കാലല്ലേ. മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബുള്ള ഒരു വ്യക്തിയാണ് തന്നെ നമുക്ക് സത്യം. നല്ല ടയർഡായിട്ട് വന്നിട്ട് ഇപ്പോൾ അശ്വിൻ്റെ മെന്റർ ആരാണ്? അശ്വിനൊരു ഗുരുനാഥൻ അല്ലെങ്കിൽ ആസ് എ റോൾ മോഡൽ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ആക്ച്വലി എനിക്കൊരു റോൾ മോഡലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛമ്മയാണ്, അമ്മൂമ്മ. യെസ്, പുള്ളിക്കാരിയാണ് എന്നെ അറിയില്ല, കുട്ടിക്കാലത്ത് അച്ഛനമ്മയും പോയതിനു ശേഷം പുള്ളിക്കാരിയുടെ എന്നെ വളർത്തിയത് 1.5 വയസ്സ് മുതൽ. എനിക്ക് പെട്ടെന്ന് ഇമോഷണലാകും. പക്ഷേ അവരാണ് എന്നെ ഇത്രയും ഈ രീതിയിലേക്ക് എത്താൻ വേണ്ടി എന്നെ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പഠിപ്പിച്ചത്. അവൾ അബ്ദുൽ കലാം സാറ് പറയുന്നതിന് മുൻപേ എന്നെ ഡ്രീം കാണാൻ പഠിപ്പിച്ചത് പുള്ളിക്കാരിയാണ്. ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഫാമിലിയിൽ നിന്ന് എന്നെ എപ്പോഴും മുന്നോട്ട് നയിച്ചൊരു എനർജി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ആ പുള്ളിക്കാരി മരിച്ചു പോയെങ്കിൽ പോലും എന്തോ ഒരു എനർജി എൻ്റെ കൂടെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. സോ വേറൊന്നുമല്ല, എൻ്റെ അച്ഛന് 7 സഹോദരങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അച്ഛനും പോയി അമ്മ പോയ സമയത്ത് അവരാരും ബാക്കിയുള്ള 6 പേരും എടുക്കാത്ത ധൈര്യം കാണിച്ചത് ആ സ്ത്രീയായിരുന്നു. അത്രയും പ്രായമുള്ള 10-70 വയസ്സ് സമയത്താണ് എന്നെ നോക്കാൻ വേണ്ടി. ഞാനും പുള്ളിക്കാരി മാത്രം എൻ്റെ അമ്മൂമ്മ മരിക്കുന്ന സമയത്ത് 83 വയസ്സാണ്. അപ്പോൾ അതുവരെ എനിക്കിന്ന് 16 വയസ്സ്. അപ്പോൾ ഈ സമയം വരെ ഞാൻ +1 പഠിക്കുന്ന സമയത്താണ് അമ്മ മരണപ്പെടുന്നത്. അപ്പോൾ ആ സമയം വരെ അമ്മൂമ്മ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് എന്നെ വളർത്തി. അപ്പോൾ എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. എനിക്ക് പുള്ളിക്കാരി വിദ്യാഭ്യാസം 2ാം ക്ലാസ് എന്തോ പഠിപ്പിച്ചു. പക്ഷേ പുള്ളിക്കാരി സംസാരിക്കുന്ന രീതി, പുള്ളിക്കാരി ജീവിക്കുന്ന, നമുക്കൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ജീവിക്കണം, ആൾക്കാരുടെ മുന്നിൽ തല കുരിക്കരുത്, അല്ലെങ്കിൽ നീ നാളെ ഇന്നതാവണം എന്നൊക്കെ പറഞ്ഞത്, ഒന്നുമില്ലെങ്കിൽ പോലും സന്തോഷത്തോടെ ജീവിക്കാൻ എന്നെ പഠിപ്പിച്ചത് അമ്മ വേണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു റോൾ മോഡൽ എനിക്ക് കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ. പ്രൊഫഷണൽ ഉണ്ടായെങ്കിൽ പോലും എനിക്ക് ലൈഫ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എൻ്റെ അമ്മൂമ്മയാണ്. അതെ, ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഇതുവരെ ഇപ്പോൾ ഉള്ള ഈ ഒരു പൊസിഷൻ വരെ എത്താനുള്ള ഒരാളുണ്ട്. അത് ഞാൻ പറയുന്നത് നിമിത്തം എന്ന് പറയുന്ന പോലെ ടിക്ടോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ 1-2 വീഡിയോസ് കുറച്ച് ചെയ്യായിരുന്നു. അങ്ങനെ അതിലൊരു ലൈവ് പോയ സമയത്ത് അന്ന് ഞാൻ ഒന്നുമല്ല, ജസ്റ്റ് എ മ്യൂസിഷ്യൻ മാത്രം. ഓക്കെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ ദുബായിലിരുന്നൊരു വ്യക്തി കാണുന്നുണ്ട്. അദ്ദേഹം എൻ്റെ ഇങ്ങനെ വെറുതെ എൻ്റെ അച്ഛനമ്മ എവിടെ ചോദിച്ചപ്പോൾ അന്ന് എൻ്റെ ലൈഫ് സ്റ്റോറി ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ ദുബായിലാണെന്ന് പറഞ്ഞു. ഞാൻ കള്ളം പറഞ്ഞു. അപ്പോൾ ദുബായിൽ എവിടെ? അപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് സ്ഥലം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലൈവും കട്ട് ചെയ്തു. അപ്പോൾ ഈ പുള്ളി മെസ്സേജ് അയച്ചു, എന്താ കാര്യം സത്യം പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ചേട്ടനാണ്, പുള്ളിക്കാരൻ്റെ പേര് നിതിൻ എന്നാണ്. പുള്ളിക്കാരനെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ അത് ആഗ്രഹിച്ചിട്ടുമില്ലായിരിക്കാം, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ അതുവരെ ചിന്തിച്ചിരുന്ന ചിന്താഗതികൾക്ക് ഈ ഒരു ലെവലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം എന്നെ പല സമയത്തും എൻ്റെ വാട്സപ്പിൽ എനിക്ക് ആക്ച്വലി ഒരൊറ്റ ആൾ മാത്രമേ എൻ്റെ പിൻ ചെയ്തിട്ടുള്ളത് നിതിൻ ചേട്ടൻ എന്നാണ്. ഞങ്ങൾ എല്ലാ ദിവസവും മെസ്സേജ് അയക്കാറില്ല, വല്ലപ്പോഴും മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് ആ ഒരു മെസ്സേജ് അത്രയും വാല്യൂബിളാണ്. ഓക്കെ,
അദ്ദേഹത്തിനും അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയട്ടെ, എൻ്റെ പല സക്സസ്സിനും പിന്നിൽ അദ്ദേഹം തന്നെയാണ്. കാരണം എൻ്റെ ഈ റെക്കോർഡ് ഇടുന്ന സമയത്ത് എനിക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നതും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരാണ്. അപ്പോൾ ഞങ്ങൾ പുള്ളിക്കാരൻ ഗൾഫിൽ നിന്നപ്പോൾ എന്നെ കണ്ടു, സ്വന്തം ബ്രദറിനെ പോലെ വന്ന് കാണുന്നപ്പോൾ എനിക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സക്സസ്സിന് വേണ്ടി നമ്മളെ പുള്ളി ചിലപ്പോൾ കുറച്ച് പേരെ കാണുള്ളൂ. അതിലൊരാളാണ് ഇദ്ദേഹം. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ബിഗ് ബോസ് വരെ എത്തുന്ന സമയത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ പുഷ് ചെയ്ത് വിട്ട് ഇദ്ദേഹമാണ് ബിഗ് ബോസിലേക്ക് പോകണം എന്ന് പറഞ്ഞത്. അതിനുശേഷം ഒരുപാട് നെഗറ്റീവ് വന്നു. അപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, നീ നെഗറ്റീവ് നീ കേൾക്കണം, എങ്കിലേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു സമയത്ത് ഒരു ഫിനാൻഷ്യൽ കുറച്ച് ഡൗൺ ആയി പോയ സമയത്ത്, കോവിഡ് സമയത്ത് 2 വർഷത്തോളം എനിക്ക് 2.5 വർഷത്തോളം എനിക്ക് മാജിക് പ്ലാന്റ് ജോബില്ല. അപ്പോൾ അവിടെ എനിക്ക് വീടുണ്ട്, പക്ഷേ എൻ്റെ കുറച്ച് ലോൺസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അദ്ദേഹമാണ് അടച്ചത്. വലിയൊരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് അല്ലേ? ഉറപ്പായിട്ടും. യു ആർ ലക്കി ഇങ്ങനൊരു ആളെ കിട്ടിയത്. ഓൾവേസ് ഞാൻ ഒരുപാട് ഭാഗ്യവാൻ. നിങ്ങളും ഒരുപാട്, നമ്മുടെ ലോകത്ത് എല്ലാവരും ഭാഗ്യവാനാണ് ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്കൊരു ഒരു ബാക്ക് ബോൺ എന്നുള്ള രീതിയിലായാലും ഞാൻ പറയില്ല, അദ്ദേഹം ചിലപ്പോൾ എൻ്റെ നല്ല കാര്യങ്ങളൊന്നും കാണാൻ ചിലപ്പോൾ എനിക്ക് എന്ന് മെസ്സേജ് അയക്കില്ല. പക്ഷേ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആണെങ്കിൽ എനിക്ക് സ്പോട്ടിൽ മെസ്സേജ് അയക്കും, എന്ത് പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഞാൻ എല്ലാ ദിവസവും ഞാൻ മാക്സിമം സ്റ്റോറീസും വാച്ച് സ്റ്റാറ്റസും ഇടുന്ന ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടില്ലെങ്കിൽ ചോദിക്കും, എന്തേ എന്ന് ചോദിക്കും. അപ്പോൾ അതാണ് എനിക്ക് അദ്ദേഹം ഒരു ബഹുമാനം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ഇത് എനിക്ക് എന്നും ഉണ്ട്. അങ്ങനെ തന്നെ പോകട്ടെ. താങ്ക് യു സോ മച്ച്. ശരി, അപ്പോൾ ഇപ്പം ഒന്ന് സമ്മപ്പ് ചെയ്ത് നമ്മളുടെ ഒരു പോഡ്കാസ്റ്റിൻ്റെ ടൈമിംഗ് ഇത് ഏകദേശം ആവാറായി. താങ്ക് യു, അടിപൊളിയായിരുന്നു. താങ്ക് യു. ഒന്ന് വൈൻഡപ്പ് ചെയ്ത് പറയാനായിട്ടും പ്ലസ് നമ്മളിപ്പം ടാൽറോപ്പ് എന്നൊരു കമ്പനിയുടെ ഒരു വെഞ്ചർ എന്നുള്ള രീതിയിലാണ് വൈസ് ടോക്കീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. വൈസ് ടോക്കീസിൻ്റെ ഒരു കുട്ടി പ്രോഗ്രാമാണ് വൈസ് ടോക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് കല അല്ലെങ്കിൽ പല പല മേഖലകളിൽ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതിപ്പോൾ സിനിമ എഴുതുന്നതായിക്കോട്ടെ, ആർട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അഭിനയിക്കുന്നതായിക്കോട്ടെ, ഡിസൈനിങ് ആയിക്കോട്ടെ, മാജിക് എന്ന് പറയുന്ന ഒരു കല ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിലെന്തെങ്കിലുമായി എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. സോ ആസ് എ മജീഷ്യൻ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഇത്രയും എക്സ്പേർട്ട് ഉള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ വാട്ട് യു ലൈക്ക് ടു അഡ്വൈസ് ദം? കുട്ടികളോട് ഇപ്പോൾ ചില ആൾക്കാർ വീട്ടിലിത് പറയുമ്പോൾ വലിയ പ്രശ്നമായിരിക്കും, പിന്നെ മാജിക്കോ പോയി ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കണമെന്ന് പറയും, പക്ഷെ അവൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനാണ് അവരോട് കൊടുക്കാനുള്ളത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബാക്കി ഏതൊരു ആർട്ട് ഫോമിനെക്കാട്ടിയും മാജിക് പഠിച്ചാൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എന്ത് പഠിക്കാൻ വേണ്ടി പറയുന്നില്ല, അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് യു ആർ ലക്കി. രണ്ടാമത്തെ കാര്യം, മാജിക് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു കല മാത്രമല്ല, നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ഉണ്ട്. മിസ് ഡയറക്ഷൻ, നമ്മുടെ ഫോക്കസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ക്ലാരിറ്റി, സംസാരിക്കാനുള്ള കഴിവ്, നമ്മളെങ്ങനെ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാൻ. ബാക്കി ഏതൊരു ആർട്ട് ഫോമിനെക്കാട്ടിയും ആൾക്കാരെ വൗ ഫാക്ടർ അടുപ്പിക്കാൻ മാജിക്കിന് മാത്രമേ പറ്റുള്ളൂ. എവിടെയാലും നമുക്ക് ചെയ്യാം, എന്തും ചെയ്യാം. ഒരു പാട്ടുകാരനോട് ഒരു മജീഷ്യനോട് മാത്രമേ ചോദിക്കാറില്ല പെട്ടെന്ന് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പാട്ടോട് ചെയ്യാൻ പറയാം. അതെ, അത് നമുക്ക് രണ്ടും മാത്രം കിട്ടിയ ഒരു ദൈവം വെച്ചൊരു കഴിവാണ്. അപ്പോൾ അതുകൊണ്ടൊരു മജീഷ്യൻ ആവുമെന്ന് വെച്ചാൽ സൂപ്പർ. കാരണം എങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ, നിങ്ങൾ ആൾക്കാരെ ഓട്ടോമാറ്റിക് നിങ്ങൾ ഇഷ്ടപ്പെടും. അതെ, അപ്പോൾ ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് എനിക്കൊന്നും അത്ര ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമുക്ക് പഠിക്കാം, നമുക്കൊരു സൈഡിൽ കൂടെ നമുക്ക് പഠിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പാഷൻ ആക്കണോ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതെ, അത് നമുക്ക് കുട്ടിക്കാലത്ത് നമുക്ക് തോന്നും ഇതൊക്കെ അടിപൊളിയാണെന്ന് തോന്നും. പിന്നെ രണ്ടാമത്തെ കാര്യം, മാജിക് പഠിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അതിൻ്റെ സീക്രട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പോവും. പക്ഷേ അതല്ല ബ്യൂട്ടി എന്നുള്ളത്. അത് ആൾക്കാരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ വൗ ഫാക്ടറാണ് അതിൻ്റെ ബ്യൂട്ടി എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ പല മാജിക്കിലും വലിയ വലിയ മാജിക്കുകൾ പണ്ട് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷേ അതിൻ്റെ സീക്രട്ടായി ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫീല് അതിലേക്ക് എത്തണം. ആ ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ മാജിക്കിനെ യഥാർത്ഥം ഇഷ്ടപ്പെടും. പക്ഷേ മാജിക്കിന് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം പഠിക്കാൻ നിൽക്കാം, നല്ല സീക്രട്ട് അറിയാൻ വേണ്ടി പോകാതിരിക്കുക. സ്ഥിരം ചെയ്ത് ബോറടിക്കുമോ? ഒരിക്കലും ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം മാജിക് ചെയ്യാനാണ്, ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോൾ എത്ര വയ്യെങ്കിലും ഞാൻ ഷോ ചെയ്യും. അശ്വിൻ ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയത് കണ്ടുപിടിക്കാറുണ്ടോ? അതെ, ഞാൻ ഇടയ്ക്ക് 1-2 കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ട്. അതെ, അത് വലിയ സംഭവമൊന്നുമില്ല, കുഞ്ഞു കുറേ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഐ തിങ്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഫയർ എസ്കേപ്പ് നടത്തിയ വ്യക്തി ഞാനാണ്. ഐ തിങ്ക് ഇന്ത്യയിലാണ്. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് ഒരു വീഡിയോ പോലും എൻ്റെ കയ്യിലില്ല. 16-ാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായിട്ട് ഫയർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ നാട്ടിൽ വിതുരയിൽ. സോ എൻ്റെ നാട്ടുകാർ കണ്ടുള്ളവർക്കറിയാം. അന്ന് എനിക്ക് എൻ്റെ സീക്രട്ട് അറിയില്ല, യഥാർത്ഥ സീക്രട്ട് അറിയില്ല.
അത് ഞാനായിട്ട് ഒരു ഐഡിയ ഇട്ടിട്ട് അത് സെറ്റ് ചെയ്യുക, ഫ്രെയിം സെറ്റ് ചെയ്ത് അതിൻ്റെ സീക്രട്ട് എൻ്റെതായ രീതിയിൽ ഐഡിയ രണ്ട് തവണ ഞാൻ ചെയ്തു. രണ്ടാമത്തെ തവണ എനിക്ക് കാലിൽ കുറച്ച് പൊള്ളലൊക്കെ ഏറ്റായിരുന്നു. അപ്പോഴാണ് ഞാൻ നിർത്തിയത് പരിപാടി. ഓക്കെ, അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളായിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. യെസ് യെസ്, നമുക്ക് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം കുട്ടികൾ ഇത് തനിയെ പഠിക്കുവാണെങ്കിൽ തന്നെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നോക്കി സൂക്ഷിച്ച് തന്നെ ചെയ്യണം. ആൻഡ് പാരന്റ്സിനോട് നമുക്ക് എന്ത് പറയാം, അവരുടെ ഇഷ്ടത്തിന് തീർച്ചയായിട്ടും വിട്ടുകൊടുക്കുക അല്ലേ. അതെ അതെ, ഇന്നത്തെ കാലത്ത് പിന്നെ അവർക്ക് പാരന്റ്സിന് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നാലും കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ പോകണം. പക്ഷേ അങ്ങനെ പോയി എന്താണ് ഹാപ്പിനെസ്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ ഈ മാജിക്കിലേക്ക് പോകുന്ന സമയത്ത് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഈ പറഞ്ഞ എൻ്റെ അച്ഛമ്മ പോലും ഇടയ്ക്ക് കയറി പിടിച്ച് വലിക്കുമായിരുന്നു. മാജിക് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ AX എന്ന പരിപാടിയിൽ ബ്രേക്കിംഗ് ദ മജീഷ്യൻസ് കൊടുക്കുന്ന പ്രോഗ്രാം ഉണ്ട്. എല്ലാ സീക്രട്ടും റിവീൽ ചെയ്യുന്ന പരിപാടി. ഇത് രാവിലെ 11 മണിക്കാണ്. ഈ സമയത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്കിത് കാണാൻ പറ്റില്ല. ഞാൻ ഒന്ന് തലവേദന എന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കും. എന്നിട്ട് ഈ പരിപാടി കിടും. അതിന് സീക്രട്ട് ഒരു ബുക്ക്, എനിക്കൊരു ബുക്കുണ്ട് കേട്ടോ, പണ്ട് എഴുതിയ ബുക്ക് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ പടമൊക്കെ അതുപോലെ വരച്ച്, കാരണം എനിക്ക് വീഡിയോ സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ആ പടം വരച്ചിട്ട് സീക്രട്ട് അതുപോലെ വരച്ച് വയ്ക്കും. എന്നിട്ട് അതുപോലെ ഇനി എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ രീതിയിൽ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇപ്പോൾ ആൾക്കാർ എൻ്റെ ബന്ധുക്കളൊക്കെ പറയാറുണ്ട് അന്ന് അവൻ പോയത് കൊണ്ട് അവൻ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറയും, മനസ്സിലല്ലേ. അപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ എയിം അത്രയും ഇതായിരിക്കണം കേട്ടോ, സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് അതിനോട് അത്രയും പ്രണയമാണ്. ചിലപ്പോൾ സമയത്ത് നമ്മൾ തോറ്റുപോകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ സാരികൾ തുന്നിക്കെട്ടിയിട്ട് എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സാരി തുന്നിക്കെട്ടിട്ട് കട്ടൻ പോലെ കെട്ടിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ഷോ ഒക്കെ എൻ്റെ നാട്ടുകാരൊക്കെ വിളിച്ച് അപ്പുറത്ത് ആൻറ്റിമാർക്ക് അവർക്ക് തലവേദനയായിരുന്നു ഒരു മാജിക് കണ്ടിട്ട് ഒരു മാജിക്. അപ്പോൾ ഞാനിപ്പോൾ അതിനുശേഷം ആദ്യമായിട്ട് എൻ്റെ 8ാം ക്ലാസ് ട്രൂപ്പ് തുടങ്ങുന്നു. 3 പേരായിരുന്നു, 2 പിള്ളേർ ഡാൻസ് ചെയ്തിട്ട് 500 രൂപയ്ക്ക് ഒരു പരിപാടി വീട്ടിലെടുത്ത് അമ്പലങ്ങളിലൊക്കെ പോയി ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ആയത്. അപ്പോൾ നമുക്കത് ആദ്യം കുറച്ചൊന്ന് സെറ്റ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാണ്. നമുക്ക് നല്ലൊരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ മാത്രം മതി. പിന്നെ നമ്മുടെ യുണീക്ക് സ്റ്റൈൽ എപ്പോഴും ഉണ്ടാകണം. മറ്റൊരാളുടെ കോപ്പി അടിക്കരുത്. കോപ്പി അടിക്കുന്നത് പ്രശ്നം, പക്ഷേ നമ്മുടെ സ്റ്റൈലിൽ പെർഫോം ചെയ്തതിൻ്റെ ബ്യൂട്ടി വേറെയാണ്. ഇപ്പോൾ മുതുകാട് സാർ പെർഫോം ചെയ്തതല്ല സാമ്രാജ് സാർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ആ ബ്യൂട്ടിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ളൊരു യുണീക്നെസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ, പ്രസന്റേഷനിലായിക്കോട്ടെ, ഈവൻ ബോഡി ലാംഗ്വേജ് എന്തായാലും. പിന്നെ നമ്മളായിട്ട് ജീവിക്കുക, ഉള്ളതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ അക്സെപ്റ്റ്. ഞാനിപ്പോൾ ബിഗ് ബോസ് ശേഷം പഠിച്ചിട്ട് പാടുണ്ട്, വലിയ കുറേ നെഗറ്റീവ് വന്നപ്പം ഞാൻ മനസ്സിലാക്കി വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ എന്നെ കഴിയുന്ന കാര്യം ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. എന്നെ പറ്റി മറ്റൊരു പറയാൻ എനിക്കിത് ബോധയുടെ ആവശ്യമില്ല. ഓക്കെ, സൂപ്പർ. താങ്ക് യു സോ മച്ച് അശ്വിൻ. ലൈക്ക് ഇറ്റ് വാസ് വണ്ടർഫുൾ മീറ്റിംഗ് യു. ഇത്രയും നേരം സമയം പോയതുപോലും നമ്മൾ അറിഞ്ഞില്ല. 1 മണിക്കൂറോളം നമ്മൾ നോൺ സ്റ്റോപ്പ്. എനിക്ക് തോന്നുന്നു ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടാവും. സംസാരിച്ച് ഞാൻ വീണ്ടും സംസാരിച്ചു, കാരണം ഞാൻ ഒരിക്കലും സത്യം ഒട്ടും വയ്യാത്തത്, ഞാൻ ടയർഡായിട്ട് വന്നു. പക്ഷേ നിങ്ങളുടെ നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര കംഫർട്ട് അറിയാം, സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം, താങ്ക് യു. പക്ഷേ ഒരു മെന്റലിസം മാജിക് ബാക്കിയുണ്ട്, അത് ഇന്ന് ഞാൻ ചെയ്യില്ല. ഓക്കെ, നമുക്ക് ചെയ്യാം, അത് ഒരു നിമിത്തമായിട്ടിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ, താങ്ക് യു.